ध्यायामोधवलावगुण्ठनवतीं तेजोमयीं नैष्टिकीं स्निग्धापाङ्गविलोकिनीं भगवतीं मन्दस्मितश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् अमृतानन्दात्मिकाम् ഈശ്വരീ. ഓം അമൃതേശ്വരി നമഃ. അമൃത മാതൃ സംസ്കൃതി കേന്ദ്രത്തിന്റെ പ്രോഗ്രാമായ ഉപവാസവും ആരോഗ്യവും എന്ന പരിപാടിയുടെ രണ്ടാമത്തെ സെഷനാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. തുടങ്ങുന്നതിനായിട്ട് മാതൃ സംസ്കൃതി കേന്ദ്രത്തിലെ ആധ്യാത്മിക ക്ലാസ്സുകൾ ഓൺലൈനായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആചാര്യ ശ്രീമതി ലളിത നായരെ ക്ഷണിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. നമസ്യാമി. ഓം അമൃതേശ്വരേ നമഃ. നമശിവായ. ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങൾ ആത്മീയ പുരോഗതിക്കും ഭൗതിക ശാന്തിക്കും ആയുരാരോഗ്യ വർധനവിനും വളരെയധികം പ്രയോജനപ്രദമാണെന്ന് പുരാണ കഥകളിലൂടെയും ശാസ്ത്രദൃഷ്ടികളിലൂടെയും ഒക്കെ കുറച്ചൊക്കെ നമ്മൾ വിശകലനം ചെയ്യുകയുണ്ടായല്ലോ. ആ വിഷയത്തില് പ്രായോഗികമായ കൂടുതൽ അറിവ് പകർന്നു തരുന്നതിനായി ആയുർവേദ ശാസ്ത്രത്തിലും ഒപ്പം ആത്മീയതയിലും പ്രഗത്ഭയായ നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരിയായ ആയുർവേദ പരിഷത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ ജയലക്ഷ്മി അമ്മാൾ ഇന്ന് നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. കേൾക്കുക, ഉൾക്കൊള്ളുക, പ്രവൃത്തി പഥത്തിൽ വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കാൻ നമ്മുടെ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഡോക്ടർ ജയലക്ഷ്മി അമ്മാളിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമശിവായ. നമശിവായ. ചതുർമുഖ സമാരംഭം ഭട്ടാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കാണുകയും കേൾക്കുകയും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഏതിനെങ്കിലും തടസ്സം നേരിട്ടാൽ ഒന്നുകിൽ പറയുക, അല്ലെങ്കിൽ ഒന്ന് കൈപൊക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. കാരണം ഞാൻ വീട്ടിലല്ല, എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ, നേരെ ചൊവ്വേ വെളിച്ചമെല്ലാം വേറെ വശങ്ങളിൽ നിന്നാണ്. അപ്പം പിന്നെ ഇന്ന് തിരുവനന്തപുരത്താണ്. സംഗതിവശാൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ എന്ന് ആയുർവേദത്തിന്റെ ഒരു അന്തർദേശീയ സെമിനാറും സിമ്പോസിയവും ഒക്കെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ സമാപന ദിവസമായ ഇന്ന് ഇനി 25 വർഷം കൊണ്ട് ആയുർവേദം എന്താണ് ഭാരതത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലൂടെ ലോകത്തിന് മുഴുവൻ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ പോളിസി മേക്കിംഗ്, അങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. വിഷൻ കോൺക്ലേവ് 2047. അപ്പൊ അതില് ഒരു വിഷയം അവതരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നലെ ഇങ്ങ് പോന്നു. ഞാൻ ഈ കഥയൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പഴയ കൂട്ടുകാരാണല്ലോ. അപ്പൊ കുറെ നാള് കൂടി കാണുമ്പം എന്താ വിശേഷം എന്ന് ചോദിക്കണല്ലോ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് വിശേഷങ്ങൾ പറയുന്നത്. അപ്പോൾ മക്കളും അവരുടെ അപ്പനും മറ്റ് ബന്ധുമിത്രാദികളും ഒക്കെ വീട്ടിലാണ്. ഞാൻ മാത്രം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ മുറിയിലാണ്. എനിക്കറിയാം, എനിക്ക് ഒത്തിരി കൂട്ടുകാര് ബന്ധുക്കള് ഒക്കെ തിരുവനന്തപുരത്തുണ്ട്. ഇപ്പം എന്താണ് നമ്മുടെ ജയന്തി അമ്മ ഉൾപ്പെടെ. പക്ഷെ അങ്ങോട്ടൊന്നും പോകാത്തതിന്റെ കാരണം ഇത് തികച്ചും ഔദ്യോഗികമായിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് ഇതിന്റെ സകല ചെലവും സർക്കാർ വഹിക്കും. അപ്പൊ പിന്നെ വല്ലപ്പോഴും ആണല്ലോ ഈ എന്താണ് പത്മനാഭന്റെ 4 കാശ് കിട്ടുന്നത്. തിരുവനന്തപുരംകാര് എന്ന് പറയുന്ന പോലെ വല്ലപ്പോഴും ആണല്ലോ സർക്കാർ നമ്മളെ അംഗീകരിക്കുന്നു എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകും. അത് കളയണ്ട എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ
തിരുവനന്തപുരത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിട്ടൊന്ന് വിളിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ എന്നൊന്നും കരുതരുത്. ഇന്ന് പകലെല്ലാം തിരക്കായിരുന്നു. അവിടെ പോയ അതേ വേഷത്തിൽ മുഖം ഒന്ന് തുടച്ചതേ ഉള്ളൂ, കഴുകിയിട്ട് കൂടി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് പരവേശം എടുത്തിട്ട് കുറച്ച് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തിഥിയും ദിവസവും ഒന്നും നോക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടല്ല പക്ഷത്തിനെ കുറിച്ചും തിഥിയെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഒക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോ ഈ സഭയിൽ വേണ്ടപ്പെട്ടവരല്ലാത്തവരാരും ഇല്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയോട് വളരെ അടുത്ത് നിൽക്കുന്നവർ ഇപ്പോഴും വൈദ്യശാലയിൽ വരാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ, അവരുടെ ചില സന്തോഷവും സങ്കടവും ഒക്കെ പറയാൻ വലിയ സന്തോഷം തോന്നും. അപ്പോൾ എന്താണ് കാര്യം, നമ്മുടെ പഴയ ഉമാമഹേശ്വരവും രാധാമാധവും ഒക്കെയാണ് അതിന്റെ പുറകിലെ ഒരു നിമിത്ത കാരണം. പിന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ വേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ കേരള, അതായത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ജോഗ്രഫിക്കൽ കേരള, പരശുരാമൻ പരശു എറിഞ്ഞ് ഉണ്ടാക്കിയ കേരളത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 14 ജില്ലകളായിട്ട് തിരിച്ച് മലയാളം സംസാരിക്കുന്നവർക്കായിട്ട് ഒരു സംസ്ഥാനം തന്നല്ലോ, ആ കേരളത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആശിക്കുന്നത്. ആ കേരളത്തിൽ കഴിഞ്ഞ ഒരു 60-70 വർഷങ്ങളായി നടന്നു വന്ന അരാജകത്വം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ വേണ്ടി വന്നത്. സത്യത്തിൽ നമ്മുടെ 70 വർഷം മുമ്പുള്ള കാരണന്മാരെ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരൊക്കെ വളരെ സിമ്പിളായിട്ട് ഏകാദശിയും അല്ലെങ്കിൽ ശിവരാത്രിയും തിരുവാതിരയും ഒക്കെ നോറ്റിരുന്നു. അതിന് എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ആ കാലത്ത് ജീവിച്ചിരുന്ന സ്ത്രീജനങ്ങൾക്ക്, പുരുഷന്മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 10-40% പുരുഷ സമൂഹവും ഇത്തരം വ്രതങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. 40% പുരുഷന്മാരെ, അതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. കാരണം ഇന്ന് 4 പുരുഷന്മാരെ കിട്ടാനില്ല വ്രതം നോക്കാനായിട്ട്. പിന്നെ സ്ത്രീകള് ഒരു 10-25% സ്ത്രീകൾക്ക് പോലും, എന്റെയൊക്കെ ജനറേഷനിലുള്ള, ഞാൻ അതാണ് പറയുന്നത്, ഒരു 10-40 വയസ്സിൽ താഴെ പ്രായമുള്ള 40% കേരളീയ സ്ത്രീകൾക്ക് അറിയില്ല എന്താണ് ഈ തിഥി, എന്താണ് പക്ഷം, എന്താണ് കറുത്തവാവ്, എന്താണ് വെളുത്തവാവ്, എപ്പോഴാണ് ഈ ഏകാദശി വരുന്നത്, ഏകാദശി മാസത്തിൽ എത്ര തവണയുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാവോ? ഇവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ടല്ലോ. ഇനി പോയി പറഞ്ഞു കൊടുത്തിട്ടല്ല, ഇപ്പൊ പറയിപ്പിക്കണം. നിവൃത്തിയില്ല. ഒരു 70% പുതിയ കുട്ടികൾക്ക് ഈ കഥയൊന്നും അറിയില്ല. അവർക്ക് ഗ്രിഗോറിയൻ കലണ്ടർ മാത്രമേ അറിയുള്ളൂ. 1 മുതൽ 31 വരെ, സംടൈംസ് 30 ഫെബ്രുവരിയിൽ മാത്രം 28 29. ഫൈൻ, അത്രയെങ്കിലും കാലബോധം ഉണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ വളരെ സംതൃപ്തയാണ് എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എൻ്റെ മക്കൾ നിരന്തരം എൻ്റെ ഈ ഇത്തരത്തിലുള്ള സഞ്ചാരങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നതുകൊണ്ട് അവർക്ക് ഈ പദങ്ങളൊക്കെ നല്ല പരിചയമാണ് കേട്ടോ. ഏകാദശി, ദ്വാദശി ഒക്കെ അവർക്ക് അറിയാം. പൗർണമി എന്നൊക്കെ എൻ്റെ മക്കൾ പറയും. എന്തറിഞ്ഞിട്ടാണെന്ന് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ they are familiar with these terms. അവർക്ക് ഈ പദങ്ങളൊക്കെ അറിയാം എന്നുള്ളത് തന്നെ എനിക്കൊരു വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. ഇനി എന്തിനാണ് വ്രതങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ്, വ്രതമെടുക്കാൻ എല്ലാവരും യോഗ്യരാണോ? മനുഷ്യരെ ഒത്തിരി പേരുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലിപ്പം കുടുംബത്തില് തന്നെ നോക്കുക. എൻ്റെ കുടുംബത്തിലെ കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങളുടെ ആരുടെയും കുടുംബത്തിലെ കഥ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെത് പറയാണല്ലോ മര്യാദ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ കാര്യം പറയുകയാണെങ്കിൽ, കുഞ്ഞു പിള്ളേരുണ്ട്. 5 വയസ്സിൽ താഴെ 2 പേര്, 10 വയസ്സിൽ താഴെ ഒരാള്, 40 വയസ്സിൽ താഴെ ഒരാള്, 50 വയസ്സിൽ താഴെ ഒരാള്, 70 വയസ്സിൽ താഴെ ഒരാള്, 80 വയസ്സിൽ താഴെ ഒരാള്. നോക്കൂ, ഏതൊക്കെ ദശകങ്ങളിലാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ജീവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇവർക്ക് എല്ലാവർക്കും എല്ലാ വ്രതവും നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പറ്റില്ല. ഇത്
ഭാരതീയ ദർശനങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ തത്വചിന്ത അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമല്ല. ജനിച്ചു വീഴുമ്പോൾ മുതലേ സകല വ്രതവും നോക്കിക്കോളൂ. അല്ല, എല്ലാ പ്രായത്തിലുള്ളവരും എല്ലാ വ്രതവും, ഇപ്പൊ മണ്ഡലവ്രതം നടക്കാണല്ലോ, എല്ലാ പ്രായത്തിലുള്ളവരും എല്ലാ വ്രതവും നോക്കിക്കോളൂ. അല്ല, എല്ലാ അവസ്ഥയിലുള്ളവരും എല്ലാ വ്രതവും നോക്കിക്കോളൂ. അല്ല, അല്ലെങ്കിൽ കൃത്യമായി അതിനെ വകതിരിച്ചിട്ടുണ്ട്. അതെന്നെ അങ്ങനെ? അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും പുണ്യം വേണ്ടേ? ഇവർക്കൊക്കെ സ്വർഗവാതിൽ ഏകാദശി എന്നൊരു ഏകാദശി ഉണ്ട്, നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. എന്താ, ഞാൻ എൻ്റെ അമ്മൂമ്മ സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുമ്പോൾ ഞാൻ ചോദിക്കായിരുന്നു, എന്താ അമ്മൂമ്മ ഇതിന്റെ പ്രത്യേകത? എടി, ഈ ഏകാദശി നീ വ്രതം നോറ്റാൽ നിനക്ക് സ്വർഗവാതിൽ കാണാം, കണ്ട അതിന്റെ അകത്തൂടെ കയറി സ്വർഗത്തിലെത്തും. ഞാൻ ചോദിച്ചാൽ അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഇതൊന്നും കാണാതെ നമ്മൾ സ്വർഗത്തിലെത്തും. ഞാൻ അല്ലെങ്കിൽ അതാണല്ലോ എളുപ്പം, സിമ്പിൾ അല്ലേ? ബൈപ്പാസ്ഡ് എവരി പാസേജ് എന്ന് പറയുന്നതാണല്ലോ സൂത്രം. അപ്പം അങ്ങനെയല്ല, ഈ സ്വർഗത്തിന്റെ വാതിൽ കണ്ടുപിടിക്കൽ വലിയ ബുദ്ധിമുട്ടാ എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ആയുർവേദക്കാർക്ക് ഇങ്ങനത്തെ സങ്കല്പമൊന്നുമില്ല. പക്ഷെ ഭാരതത്തിൽ ഇങ്ങനത്തെ ചില വിശ്വാസങ്ങളുണ്ട്. സ്വർഗമുണ്ടെന്നും സ്വർഗത്തിന് വാതിലുണ്ടെന്നും ആ വാതിൽ കടക്കാൻ പാസ് ഉണ്ടെന്നും ഒക്കെ നമുക്കൊരു സങ്കല്പമുണ്ട്. നരകമുണ്ടെന്നും നരകത്തിന് വാതിലുണ്ടെന്നും അതിനും പാസ് ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ ആ പാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് വളരെ സ്വാഭാവികമായി മനുഷ്യന്റെ മനസ്സിലെ വികൃതികൾ കാരണം, വികൃതി, എൻ്റെ രണ്ടാമത്തെ കുട്ടി ജന്മന നല്ല വികൃതിയാണ്. വളരും തോറും അവളുടെ വളർച്ചയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടെന്ന് പറഞ്ഞാൽ പോരാ, അവള് 2 വയസ്സ് വളരുകയാണ്, വികൃതി 20 വർഷം വളരും എന്നുള്ള മട്ടിലാണ് വളർന്നുകൊണ്ടിരിക്കുന്ന വികൃതി. അപ്പൊ ഒരു ദിവസം എന്നോട് കക്ഷി ചോദിച്ചതാണ്, അമ്മേ വികൃതി നല്ലതല്ലേ? ഞാൻ പറഞ്ഞ അതെ നല്ലതാണ്. അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നിരന്തരം ഒരു ഭഗവാന്റെ ബാലലീലകൾ കേൾക്കാറുണ്ട്, മുഴുവൻ വികൃതിയാണല്ലോ. അപ്പൊ നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞ അപ്പൊ കൃഷ്ണനോ എന്നാണ് അടുത്ത ചോദ്യം. എനിക്കത് അറിയാം, കാരണം അവള് വീട്ടിലെ മറ്റംഗങ്ങളെയൊക്കെ ഇങ്ങനെ ട്രിക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അത് നല്ലതാണ്. അപ്പൊ ഞാൻ നല്ലതല്ലേ? ഞാൻ പറഞ്ഞ നീ നല്ലതാണ്. അപ്പൊ വികൃതി ഇച്ചിരി കൂടിയ കുഴപ്പമുണ്ടോ? അതാണ് കുട്ടികൾ എന്ന് പറയുന്നത് പോലെ, വികൃതി ഇച്ചിരി കൂടി നമ്മൾ ചിലപ്പം ഇതിന്റെയൊക്കെ അതിർവരമ്പ് മറക്കുന്നത് കൊണ്ട് ഈ സ്വർഗത്തിലേക്കുള്ള പാസിനോളം ബുദ്ധിമുട്ടില്ല മറ്റേ സ്ഥലത്തോട്ടുള്ള പാസ് നമുക്കൊരു തോന്നലുണ്ട്. ഇതൊക്കെ വെറുതെയാ. ആയുർവേദക്കാർക്ക് ഇങ്ങനത്തെ ഒന്നും എന്താണ് സാങ്കല്പികമായ തോന്നലുകളില്ല. ഞങ്ങൾക്ക് എല്ലാത്തിനും ചില അടിസ്ഥാനങ്ങൾ വേണം, കാരണങ്ങൾ പലതരത്തില് വേണം. എന്തുകൊണ്ട് സ്വർഗം, എന്തുകൊണ്ട് നരകം, ഞങ്ങൾ കാരണം നിരത്തണം. ഇല്ലെങ്കിൽ സഭ അത് അംഗീകരിക്കില്ല. ഏത് സഭ? വിദ്വത് സഭ. അപ്പൊ നോക്കൂ, ഈ ആയുർവേദത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നിടത്തുനിന്ന് പറഞ്ഞാലേ ഉള്ളൂ ആയുർവേദക്കാരിയായ ഞാൻ ഉപവാസത്തെ കുറിച്ച് പറയുന്നതിന് ഒരു സാങ്കത്യം വരുള്ളൂ, ഒരു കോണ്ടെക്സ്ച്വൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയും. അപ്പൊ അത് വരാനായിട്ട് ആയുർവേദത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് ഞാൻ വീണ്ടും പറയാണ്. ഞാനിതൊക്കെ ഉമാമഹേശ്വരത്തിലും രാധാമാധവത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്കിതല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാനിതൊക്കെ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷെ ഞാനിത് പിന്നെ ആവർത്തിക്കുക. എന്തിനാ? 5.5 വർഷം കൊണ്ടാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞങ്ങളൊന്ന് മനസ്സിലാക്കിയത്. അപ്പൊ 1-2 ദിവസം കുറച്ചു നേരം അങ്ങ് ദൂരെ എവിടെയോ ഇരുന്ന് എന്റെ ഒച്ച കേട്ടവർ ഇതൊന്നും ഓർത്തു വെക്കണം എന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയാണ്, ആയുർവേദത്തിന്റെ ഉത്പത്തിയുടെ കാരണം എന്ന് പറയുന്നത് രോഗങ്ങളുടെ സാന്നിധ്യമാണ്. ഈ ജീവനുള്ള ഗ്രഹം ഭൂമിയാണ്, നമുക്കറിയാം. ഭൂമി ദേവിയുടെ മാർഗത്തിൽ മാത്രമേ ഉള്ളൂ ജീവന് അവസരം കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവജാലങ്ങളെയും രോഗം ഗ്രസിക്കുകയും, പോയിന്റ് നമ്പർ 1, ആ രോഗം അല്ലെങ്കിൽ രോഗങ്ങളുടെ കൂട്ടം ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നേടിയെടുക്കുന്നതിന് ജീവജാലങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായി. പണ്ടാണ്, വളരെ പണ്ട്. അംബരീഷന്റെ കഥയൊക്കെ പറയുന്നത് പോലെ വളരെ പണ്ടാണ്. അംബരീഷന്റെ കഥ പറയണല്ലോ ഏകാദശി ആവുമ്പോ, അതുകൊണ്ടാണ്. അപ്പൊ വളരെ പണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോ എന്താ, എല്ലാ കാലത്തെയും പോലെ ഭാരതം വിശ്വഗുരുവായി നിലകൊണ്ടുകൊണ്ട് ഭാരതത്തിലുള്ള
സത്യം മാത്രം സംസാരിക്കുന്ന, മനസ്സിന്റെ ദോഷങ്ങളാകുന്ന രജസും തമസും തീരെ ഇല്ലാത്തവരായ സാത്വിക ബുദ്ധിയോട് കൂടിയ ഋഷിമാർ, അവർക്ക് 3 കാലങ്ങളെ കുറിച്ച് ജ്ഞാനമുണ്ടെന്നാണ്. ഏതൊക്കെയാണ് ഈ 3 കാലം? ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത് കാലം അഥവാ ഭാവി കാലം. ഇങ്ങനെ 3 കാലങ്ങളെ കുറിച്ച് ബോധമുള്ള മഹർഷിമാരെല്ലാവരും കൂടെ ഇപ്പൊ ഞങ്ങൾ ഈ വൈകുന്നേരം വരെ ഒത്തുകൂടിയതുപോലെ വളരെ മംഗളകരമായ ഒരു ഭൂപ്രദേശം തിരഞ്ഞെടുത്ത് അവിടെ ഒത്തുകൂടി. എന്നിട്ട് സുദീർഘമായ ചർച്ചകൾ നടത്തി, ഞങ്ങളിപ്പോ ചെയ്തതുപോലെ. അതിന്റെ അവസാനത്തിൽ അവരൊരു തീരുമാനമെടുത്തു. നമുക്ക് ഈ രോഗങ്ങളെ മറികടന്നുകൊണ്ട് ജീവിക്കാൻ ഈ ലോകത്തുള്ള പ്രാണികളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി രോഗങ്ങളെ മറികടക്കാൻ എന്താണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അതിന് ഒരു അറിവുണ്ട്, അറിവിന്റെ ഒരു ശാഖ. ആ ശാഖയെ ആയുർവേദം എന്ന് വിളിക്കുന്നു. ആ ശാഖ അറിയാവുന്നവർ ഉയർന്ന തലങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അടുത്ത് പോയി ഈ അറിവിനെ ശേഖരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സഹജീവികൾക്കായി കൊടുക്കണം. ഇങ്ങനെയൊരു തീരുമാനം കൺസോർഷ്യം ഉണ്ടാക്കി. അതിനുശേഷം ഈ മഹർഷിമാര് തമ്മിൽ ആലോചനയായി. ഉച്ചയ്ക്കാരും മണി കെട്ടും എന്നൊരു കഥയില്ലേ, അതുപോലെ ആര് പോകും, ഇത് വാങ്ങാൻ ആര് പോകും? അതിന് പോയ ആളെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാലും ഭരദ്വാജ മഹർഷി പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. ആയുർവേദത്തിന് പല സ്കൂളുകളുണ്ട്. സുശ്രുതന്റെ സ്കൂള്, അഗ്നിവേശന്റെ സ്കൂള് അഥവാ ചരകാചാര്യന്റെ സ്കൂള്. ചരകനെ സുശ്രുതനെ ഒക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഓരോ ആചാര്യന്മാരുടെ പേരില് ഓരോ സ്കൂളുകളുണ്ട് ആയുർവേദത്തിൽ. അപ്പൊ അതില് ഒരു സ്കൂൾ ഓഫ് തോട്ടിനെ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഭരദ്വാജ മഹർഷി ഇത് പഠിക്കാൻ പോയി എന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കഥ ആരോടാണ് പഠിക്കാൻ പോയത്? അത് ഇന്ദ്രനോടാണ്. ഇന്ദ്രനോട്, ദേവേന്ദ്രനോടെ. അപ്പൊ ദേവന്മാരുടെ രാജാവിന് ഈ അറിവുണ്ടായിരുന്നു. നോക്കൂ, ലോകം ഭരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആൾക്ക് ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മാക്സിമം അല്ലെങ്കിൽ ടു ദി അറ്റ്മോസ്റ്റ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി മിനിമം റിക്വയർമെന്റ്. ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യമാണോ അവരവരുടെ നാട്ടിലുള്ളവർക്കുള്ളത്, രോഗമാണോ ഉള്ളത് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് എന്ന് പറയും, വിവേകം. വകതിരിവെങ്കിലും ഉണ്ടാവണം. ഇത് ആർക്കില്ല? 2023 ലോകം ഭരിക്കുന്നവർക്കില്ല. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയത്തിന്റെ കാര്യമില്ല. 140 MLA-മാരുണ്ടല്ലോ. ഒരാളെ വിളിച്ചു നിർത്തി നിങ്ങളുടെ അടുത്ത് നിർത്തി, ചേട്ടൻ നിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, എനിക്ക് ഇന്ന് പനിയുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ വയറ്റിൽ നിന്ന് പോയ ആളാണോ അല്ലേ? ഇതൊക്കെ ഫണ്ടമെന്റൽ കാര്യങ്ങളല്ലേ. ഒന്ന് നോക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു MLA, ഇനി എനിക്കറിയാമല്ല MBBS-ഓ BAMS-ഓ ഒക്കെ പഠിച്ചിട്ട് ആരെങ്കിലും MLA ആയിട്ടിരിക്കുന്ന ദുര്യോഗം വന്നിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഈ 140 പേരും പറയല. കാരണം they don't know about their fellow people. അവര് കൊണ്ടു നടക്കുന്ന ഈ ദേശത്തെ ജനങ്ങളുടെ പൊതു ആരോഗ്യം നേരിട്ട് തിരിച്ചറിയാനുള്ള കഴിവുള്ളവരല്ല. സംഗതി വശാൽ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന പ്രതിനിധികൾ. അതുകൊണ്ട് തന്നെ അസുഖം വന്ന് അതിന്റെ നെറുകെ കയറി കഴിയുമ്പോഴാണ് അയ്യോ എല്ലാരും മാസ്ക് വെച്ചോ, കൈ കഴുകിക്കോ, അകലം പാലിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഓടി വരും. കിം ഫലം? ഒരു ഫലവും ഇല്ല. അപ്പോഴത്തേക്കും രോഗം എല്ലാവരുടെയും വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ രോഗങ്ങൾ മൂലം ധർമ്മ അർത്ഥ കാമങ്ങളും അതുവഴി കിട്ടേണ്ട മോക്ഷവും ജീവജാലങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായതോടുകൂടി ദി ഇന്റലക്ച്വൽ സെക്ടർ ഓഫ് ദാറ്റ് എറ, ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് വേണം എന്ന് പരിഹാരം കണ്ടിട്ട്, ഈ ഭരദ്വാജനൊക്കെ രാജാവുമായിരുന്നു കേട്ടോ, രാജർഷിമാരാണ് ഇവരൊക്കെ. വൈദ്യനാണ്, രാജാവാണ്, ഋഷിയാണ്. എന്താല്ലേ ആ കാലത്തൊക്കെ ജീവിച്ചവരുടെ ഭാഗ്യം എന്ന് പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ ആയുർവേദത്തെ നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവരികയും പഠിക്കുകയും ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും
പ്രയോഗിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ നമ്മുടെ ലോകത്ത് ജീവിതചര്യ നിശ്ചയിക്കപ്പെട്ടത്. ജീവിതചര്യയുടെ ഭാഗമായിട്ടാണ് വ്രതങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്. വ്രതങ്ങൾ ജീവിതചര്യയുടെ ഭാഗമാണെന്നും ആരോഗ്യത്തെ നിലനിർത്താനാണെന്നും അസുഖങ്ങൾ സീസണലായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ദേശാന്തര ഗമനം ചെയ്താൽ ആരോഗ്യം കുറയുമെന്നും എല്ലാം ഒരു കാലത്തും, പണ്ടെന്നല്ല ഇന്നും 2023 ഡിസംബർ 5-ാം തീയതിയും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകലമാന മനുഷ്യരെയും പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു യുക്തിവാദിയോട് പോയിട്ട് ഈ കഥയൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ പറഞ്ഞ പിന്നെ പുതിയ തള്ളുമായിട്ട് വന്നിരിക്കുക എന്ന് പറയും. ഞാൻ എവിടെ വർത്താനം പറഞ്ഞാലും എല്ലാരും പറയാറുണ്ട്, എന്തൊരു തള്ളായി തള്ളുന്നു. ഞാൻ പുസ്തകത്തിൽ ഇല്ലാത്തത് ഒന്നും പറയാറില്ല, ഒന്നും. എനിക്ക് അത്ര ബുദ്ധിയേ ഉള്ളൂ. ചരകസംഹിതയുടെ അവസാനം എഴുതിയേക്കുന്ന ശ്ലോകം കേട്ടാൽ നിങ്ങൾ പറയും, അതാ ജയലക്ഷ്മിക്ക് വേണ്ടി എഴുതിയതാ. എന്താ? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പഠിച്ചിട്ട് ഭഗവാൻ അർജുനനോട് ഗീതയിൽ അവസാനം പറയുന്നുണ്ട്, അതുപോലെ ഇതൊക്കെ അങ്ങോട്ട് മറക്കുക, എന്നിട്ട് മിച്ചം നിങ്ങളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കുക. അതാണ് നിങ്ങളെ വൈദ്യനാക്കുന്നത്. ഇനി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രോസസ് ഇല്ലേ, ഈ പുസ്തകം മുഴുവൻ പഠിച്ചിട്ട് 10,000-12,000 ശ്ലോകമേ മുഴുവൻ പഠിച്ചിട്ട് അതെല്ലാം മറന്നിട്ട് ആലോചിക്കണം. എന്നിട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ എന്താ ബാക്കി വരുന്നത്? ഇംപ്രഷൻ ഇൻ യുവർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റലക്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇംപ്രസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്തെല്ലാമാണ്, അതാണ് നിങ്ങളെ ഒരു വൈദ്യനാക്കുന്നത്. ഇതിന് പറ്റാത്തവന്മാരാരെങ്കിലും ഈ പുസ്തകം പഠിച്ചാൽ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുക, അത് മന്ദബുദ്ധികൾക്കായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പുസ്തകം മാഡം നമസ്കാരം. മൈക്ക് മ്യൂട്ടായി. ഇപ്പോഴും മ്യൂട്ടിൽ. കോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അതായിരിക്കാം അല്ലേ? ചെറിയ സാങ്കേതിക തടസ്സമേ ഉള്ളൂ. എല്ലാരും വെയിറ്റ് ചെയ്യണേ 2 minutes. ഞാൻ ഫോൺ വിളിച്ച് നോക്കട്ടെ. Ram 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 Jai Ram 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 Ram
നമസ്തേ. ഞാൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ആ വ്രതത്തിന്റെ ഒരു സുഖം അങ്ങ് പോയല്ലേ. എനിക്ക് ഒരു നാട്ടില് ഒരു എമർജൻസി കേസിനെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഓരോ മണിക്കൂർ ഇടവിട്ട് ടെസ്റ്റ് ചെയ്തോണ്ടേ. അപ്പൊ അവരുടെ ബൈസ്റ്റാൻഡറാ വിളിച്ചത്. അതുകൊണ്ട് എനിക്കതൊന്ന് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു 10 മണി കഴിഞ്ഞിട്ടേ ഇനി വിളിക്കാവൂ എന്ന്. എന്നോട് ക്ഷമിക്കൂ. അപ്പൊ അങ്ങനെയൊക്കെ ആ ആ അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതചര്യ ചിട്ടപ്പെടുത്തുകയും അത് ഇന്നത്തെ പോലെ തന്നെ അക്കാലത്തും എല്ലാ മനുഷ്യരോടും പറഞ്ഞു ബോധിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതിനാൽ. കേട്ടിട്ടില്ലേ നിങ്ങള്, വേദം കേട്ടാൽ ചിലരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് ശരിക്കും ഉണ്ടല്ലോ എന്തൊരു മിസ് ഇന്റർപ്രിട്ടേഷൻ ആണെന്നറിയോ. തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയും, വെറുതെ മലയാളത്തിൽ പറഞ്ഞാൽ. അതായത് എല്ലാവർക്കും എല്ലാ വിദ്യയും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇത് പറയുമ്പം പിന്നെ 2023 ഇരുന്നോണ്ട് ഡോക്ടർ എന്ത് തരം വിവേചനമാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളിലെ സാമൂഹിക പരിഷ്കർത്താവ് ഉണരും, എന്നിട്ട് സടകുടയും, എന്നിട്ട് ഗർജിക്കും. ആ ഗർജിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടില് അടുക്കളയിൽ പാകം ചെയ്യുന്ന ഒരാള് കാണുമല്ലോ. ആ ആള് ഈ കായവും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കും. വീട്ടിൽ ഒരു കൊച്ചുണ്ടെന്ന് വിചാരിക്കുക, 5 വയസ്സുകാരി. അവക്ക് നിങ്ങൾ ആ സാമ്പാർ കൊടുക്കും. ബിഫോർ സ്റ്റാർട്ടിങ് ടു ഹാവ് ദാറ്റ് സാമ്പാർ, അവൾ ആ സാമ്പാർ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, അമ്മ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്തതെന്ന് എന്നോട് പറയൂ, ഇതിൽ എത്ര മുളക് പൊടി ഇട്ടു, എത്ര മല്ലിപ്പൊടി ഇട്ടു, എത്ര കായമിട്ടു, ഇതെന്റെ അവകാശമാണ് അറിയാൻ. അത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ സാമ്പാർ കൂട്ടി ഇഡ്ഡലി കഴിക്കാം എന്നൊക്കെ വാദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, 5 വയസ്സുള്ള കൊച്ച് ഈസ് വെരി ഗുഡ് ഗേൾ. അവൾ ഇങ്ങനെയൊന്നും വാദിക്കുകയില്ല. നമ്മൾ വലുതാകും തോറുമാണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഭ്രാന്ത് മൂക്കുന്ന, അവകാശത്തിന്റെ ഭ്രാന്ത്. കൊച്ചുകുട്ടികൾ സാമ്പാറാണോ, എനിക്ക് വേണ്ട ചമ്മന്തി മതി എന്ന് പറയുന്നിടത്ത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ അവരൊരിക്കലും സാമ്പാറിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിന്റെ പ്രൊപ്പോർഷൻ പറയൂ, അറിയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയില്ല. അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി സാമ്പാറിന്റെ പ്രൊപ്പോർഷൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു അമ്മ 5 വയസ്സിലെ അവർക്ക് അത് പറഞ്ഞു കൊടുത്ത ചരിത്രവുമില്ല. എന്നാൽ ഒരു 10ഓ 12ഓ 15ഓ വയസ്സിനുള്ളിൽ മിടുക്കി അമ്മമാരാണെങ്കിൽ കുട്ടികളെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും 5 വയസ്സിൽ പറഞ്ഞു കൊടുക്കാതിരുന്നു? 5 വയസ്സിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുകയില്ല. അതാണ് അതിന്റെ കാര്യം. അങ്ങനെ മനസ്സിലാക്കുന്ന 5 വയസ്സുകാരി പെൺപിള്ളേരുള്ള വീടുകൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇനി അമ്മ ഇല്ലാത്ത വീട്, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ആളില്ലാത്ത വീട്, അങ്ങനെ വല്ലതും വന്നെങ്കിൽ അവള് പഠിക്കേണ്ടി വന്നു എന്നല്ലാതെ സാധാരണഗതിക്ക് ഒരു കുട്ടിക്ക് ആ സാമ്പാർ ഉണ്ടാക്കേണ്ട പ്രക്രിയ മനസ്സിലാക്കാനുള്ള പ്രായം 5 വയസ്സല്ല. ഇത് അവളെ പറ്റി വളർത്തുന്ന അമ്മയ്ക്കും അപ്പനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് അസമത്വമാണ് എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ MBBS-ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, കുറെ നാൾ മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS-ന് ഒരു കൊച്ച് എൻട്രൻസ് എഴുതിയില്ല, എലിജിബിളും ആയില്ല. 150 പേരാ ഒരു ബാച്ചിൽ ഇരിക്കുന്നത്. ഒരു കൊച്ച്, ചുമ്മാ ഒരു +2-കാരി കൊച്ച് 3-4 ദിവസം ആ ക്ലാസ്സിൽ കയറി ഇരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ക്ലാസ്മേറ്റ്സ് പോലും അറിഞ്ഞത് ഇവള് ശരിക്കും എൻട്രൻസ് എഴുതി വന്ന ഒരു കാൻഡിഡേറ്റ് അല്ല, ഇവള് ഏതോ സ്കൂളില് +2-ന് പഠിക്കുന്നതാണെന്നൊക്കെ. എന്നിട്ട് ആ കുട്ടിയെ പ്രത്യേകം പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞ് ശാസിച്ച് പറഞ്ഞു വിടുകയൊക്കെ ചെയ്ത ഒരു കഥ നിങ്ങൾ ആരും കേട്ടിട്ടില്ലേ? അന്ന് അങ്ങനെയുണ്ട്. എന്താ, അയ്യോ പാവം, ആ കൊച്ചിന്റെ അർഹതയിൽ, ആ കൊച്ചിന്റെ അവകാശമല്ലേ, ആ കൊച്ചിനെയും കൂടെ MBBS പഠിപ്പിച്ചാൽ ഈ MBBS എന്നാ ചോർന്നു പോവോ എന്നൊന്നും ആരും ചോദിച്ചില്ല. പ്രത്യേകിച്ച് എലിജിബിൾ ആയിട്ടിരിക്കുന്ന 150 പിള്ളേരും അവരുടെ അപ്പനും അമ്മയും അമ്മമാരും ആക്രോശപ്പെട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ കുട്ടികളൊക്കെ എത്ര വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാന്നറിയാവോ ഈ സീറ്റ് കിട്ടിയത്, അവള് ചുമ്മാ ആൾക്കാരെ പറ്റി ചക്കൂടെ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടാവും. എന്തിനാ ബഹളം വെച്ചത്? ഈ ഒഴിക്കുന്നത് പോലെ തന്നെയല്ലേ അതും. അപ്പൊ ഈ ഒരുക്കി ഒഴിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ എല്ലാ അറിവും എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും കൊടുക്കാൻ പറ്റില്ല. പകരം പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഡെസിമിനേറ്റ് ചെയ്യണമെങ്കിൽ, പബ്ലിക്കിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് ഒരു നല്ല കഥ പറയും. നോക്കൂ, ഇത് ചെയ്താൽ നിനക്ക് സ്വർഗവാതിൽ കാണാൻ എന്റെ അമ്മൂമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ.
ഈ ഏകാദശി ഇല്ലെങ്കിലോ ആ ഏകാദശി വിട്ടുപോയി, അടുത്ത ഏകാദശി സ്വർഗവാതിൽ കാണിക്കില്ലേ? കാണിക്കും. ഭഗവാൻ അങ്ങനെ ഒന്നുമില്ല. പുള്ളിക്കാരൻ ഇതെല്ലാം തുറന്നു വെച്ച് കാത്തിരിക്കുക, ആരേലും ഒരാള് നേരെ ചൊവ്വ ഇതിൻ്റെ അകത്തൂടെ ഒന്ന് കയറി വരണേന്ന് പുള്ളിക്ക് വലിയ ആശയുണ്ട്. പക്ഷെ നമ്മൾ ആരും നേരെ ചൊവ്വ ഒരു പരിപാടിയും ചെയ്യുക, എന്തെങ്കിലും സൂത്രം ഒപ്പിക്കും. എന്നിട്ട് അത് കുഴപ്പമില്ല. സ്ഥിരമായി എന്റെയൊക്കെ കുടുംബങ്ങളിൽ നടക്കാറുള്ള ഒരു കുഴപ്പമില്ലായ്ക ഞാൻ പറയാം. എപ്പോഴും ഏതെങ്കിലും ഒരു പെണ്ണ് മെൻസ്ട്രേറ്റഡ് ആയിരിക്കും, പീരീഡ്സ് അറിയാതെ എവിടെയെങ്കിലും ഒന്ന് തൊടും. ഒരു ഉടുപ്പേലോ ഒരു പത്രത്തേലോ ഒരു ഗ്ലാസ്സേലോ ഒരു പാത്രത്തേലോ ഒരു പുതപ്പേലോ ഇല്ലല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നു പോകുമ്പോ ആരുടെയും ദേഹത്തോ അറിയാതെ എന്തെങ്കിലും ഒരു അത് കുഴപ്പമില്ല, ഇച്ചിരി വെള്ളം തളിച്ചാൽ മതി. ആരുടെ മേത്ത്? ഈ മെൻസ്ട്രേറ്റിംഗ് ലേഡിയുടെ മേത്തോ തൊട്ട മറ്റേ ആളുടെ മേത്തോ? എനിക്കറിഞ്ഞൂടാ. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ മെൻസ്ട്രേഷനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? മെൻസ്ട്രേറ്റിംഗ് ലേഡീസിന് ഏതെങ്കിലും വ്രതം നോക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തറിയാം? മെൻസ്ട്രേറ്റിംഗ് ലേഡിയുടെ ഒരു ശരാശരി ആരോഗ്യത്തെ കുറിച്ച് എന്താ ധാരണ? അന്നേരം നമുക്ക് ആരോഗ്യം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഇതാ ഒരു തലമുറ മുമ്പുള്ള എൻ്റെ അമ്മയുടെ ജനറേഷനിലുള്ള എൻ്റെ അമ്മൂമ്മയുടെ ജനറേഷനിലുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്, അതായത് ഒരു 70 വയസ്സ് ചുറ്റുവട്ടത്തിൽ പിന്നെ അതിന് മുകളിലേക്കുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പുറത്താകുന്ന ദിവസങ്ങളിൽ മുഴുവൻ പുറംപണി നിങ്ങളെ കൊണ്ട് അമ്മായിയമ്മമാര് ചെയ്യിച്ചിട്ടില്ലേ? വിറകെല്ലാം തയ്യാറാക്കി വെക്കുക, അടുത്ത ഒരു മാസത്തേക്കുള്ളത്. ചൂട്ട് വങ്ങി വെക്കുക, വങ്ങി കെട്ടി വെക്കുക, ചൂലില്ലെങ്കിൽ അത് ചീകി വെക്കുക, വെള്ളം തളിച്ചെടുക്കാൻ വേണ്ടി കുറെ പാത്രങ്ങൾ കഴുകാൻ എന്നും ഉന്തി തരിക. 3-4 ദിവസം നമ്മൾ പുറത്തായാൽ ആ 3-4 ദിവസം പുറംപണി അതിനെ ഈ പുറത്താകുക എന്ന് തന്നെ പറയുന്നു. സത്യത്തിൽ അങ്ങനെയാണോ വേണ്ടത്? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? എനിക്ക് ആയുർവേദക്കാർക്ക് പ്രത്യേക ഇതിന് അഭിപ്രായമുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. അപ്പോ നമ്മൾ വ്രതം നോക്കുന്നത്, നമ്മൾ ജീവിതചര്യ നിശ്ചയിക്കുന്നത്, നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമ്മൾ ചിലതെല്ലാം വേണ്ടാന്ന് വെക്കുന്നത്, നമ്മൾ ചില സമയത്ത് എഴുന്നേക്കുന്നത്, നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, ജൈവശാസ്ത്രപരമായ കാര്യങ്ങൾ മാത്രം എടുത്താല് ശോധന നടക്കുന്നത്, മൂത്രമൊഴിക്കുന്നത്, പല്ല് തേക്കുന്നത്, മുഖം കഴുകുന്നത്, കണ്ണ് മൂക്ക് ചെവി വായ് ത്വക്ക് 5 ഇന്ദ്രിയങ്ങൾ വൃത്തിയാക്കുന്നത്, മുടി ചീകുന്നത്, പൊട്ടു തൊടുന്നത്, വസ്ത്രം ധരിക്കുന്നത്, മാല കമ്മല മുതലായിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത്, നമ്മൾ തൊഴുന്നത്, കയ്യോ കാലോ അനക്കുന്നത്, നടക്കുന്നതിന്റെ വേഗത നിശ്ചയിക്കുന്നത്, ആഹാരം കഴിക്കുന്ന സമയം നിശ്ചയിക്കുന്നത്, ആഹാരം കഴിക്കണമെന്ന് നിശ്ചയിക്കുന്നത്, ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ മൊത്തം പൊസിഷൻ എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത്, ആഹാരം കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞാൽ കായിക അധ്വാനമുള്ള കാര്യം ചെയ്യാം, കായിക അധ്വാനം കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം, ഏതൊക്കെ സമയത്തെ ആഹാരം കഴിഞ്ഞാൽ കിടക്കാം, ഏതൊക്കെ സമയത്ത് ആഹാരം കഴിഞ്ഞാൽ കിടക്കരുത്, വൈകുന്നേരം ഉറങ്ങാൻ വേണ്ടി എപ്പോ കിടക്കണം, അതിനു മുമ്പ് ശരീരത്തിനെ എന്തെല്ലാം രീതിയിൽ ശുദ്ധിയാക്കണം, തയ്യാറെടുക്കണം, കിടക്കുന്നതിന് എത്ര നേരം എങ്കിലും മുമ്പ് ആഹാരം കഴിക്കണം, കിടന്നാൽ എപ്പോ ഉറങ്ങണം, ഉറങ്ങിയാൽ എപ്പോ എണീക്കണം, ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരാളുടെ ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്ന വേലിയേറ്റവും വേലിയിറക്കവും എന്താണ് എന്നുള്ളതെല്ലാം ആയുർവേദമാണ്, ഒരു സംശയവും. പക്ഷെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തും, അതായത് അംബരീഷന്റെ കാലം മുതൽ ഇപ്പൊ നമ്മുടെ കാലം വരെ എല്ലാവരും ഇത് അംഗീകരിക്കുകയില്ല. എന്താ കാര്യം? എല്ലാവർക്കും ഇത് മനസ്സിലാകുകയില്ല. എല്ലാവർക്കും ഇത് മനസ്സിലാകുകയില്ല. പിന്നെ 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 കക്കൂസി പോകാൻ ആയുർവേദം പറയണ്ടേ? ഇല്ലല്ലോ, ഇവിടെ ആരും അപ്പിയിട്ടിട്ടില്ലല്ലോ എന്ന് കുബുദ്ധികൾ ചോദിക്കും. ആ ചോദിക്കും, സംശയം ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ഒരു 10 പേരോട് പറഞ്ഞു നോക്കിയേ, അതിൽ 2 പേരെങ്കിലും ചോദിക്കും. അതാണ്, എല്ലാവരോടും ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരോടും പറയാൻ പറ്റുന്ന രീതിയിൽ ഈ ശാസ്ത്ര സത്യങ്ങളെ നമുക്ക് അവതരിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് കഥകൾ, ചിട്ടകൾ, ആചാരങ്ങൾ ഇവയുടെയൊക്കെ പിറവി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? സ്മൃതികൾക്ക് ലോപം സംഭവിച്ചതുപോലെ, ഞാൻ പ്രത്യേകം മനസ്സ് ഇരുത്തിക്കൊണ്ടാണ് ഈ വാചകം ഇവിടെ പ്രയോഗിക്കുന്നത്. സ്മൃതികൾക്ക് ലോപം സംഭവിച്ചതുപോലെ, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തരം സ്മൃതികള് കാലാന്തരത്തിൽ, കാലം പോകെ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഒന്നും ന്യായമല്ല എന്നൊക്കെ പറഞ്ഞ് കത്തിച്ചൊക്കെ കളഞ്ഞില്ലേ കുറെ ആൾക്കാര് എന്ന് പറയുന്ന പോലെ. അതിന് ലോപം സംഭവിച്ചതുപോലെ ഈ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയതിൽ സ്വാധീനം വന്നിട്ട്, തെറ്റായ സ്വാധീനം വന്നിട്ട്, തെറ്റായ വ്യാഖ്യാനം വന്നിട്ട്, വെള്ളം തളിച്ചാൽ മതി, തൊട്ടെടുത്താൽ മതി,
ഇല്ലെങ്കിൽ പട്ടിനാണെങ്കിൽ തൊടിയിലില്ല, സ്ഥിരമായി എന്റെ വീട്ടിൽ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും മെൻസ്ട്രേറ്റ് ചെയ്തിരിക്കുമ്പോ സ്ത്രീകൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകേണ്ടി വരും. ഞങ്ങൾ പൊതുവെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ പട്ടുസാരി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് ഉടുത്തല്ലേ പറ്റൂ. അപ്പൊ അത് ഉടുക്കുമ്പോ പട്ടിന് തൊടിയിലില്ല, അതെപ്പോ വേണമെങ്കിലും ഉടുക്കാം. കമ്പിളിക്ക് തൊടിയിലില്ല. കാരണം കമ്പിളി എപ്പോഴെപ്പോഴും നനച്ചാ ഉണങ്ങിയല്ല. ഒന്ന്, കമ്പിളി എടുത്ത് നനയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ട് പണ്ട് കാലത്ത് നോക്കാറില്ല. പക്ഷെ 2, പിന്നെ കമ്പിളി എപ്പോഴും നനച്ചത് കേടായി പോവായിരിക്കും, എനിക്കറിയാൻ മേല. എന്നതാണ് കമ്പിളിക്ക് തൊടിയിലില്ല, അതെനിക്കറിയാം. എന്റെ വീട്ടിൽ അങ്ങനെയാ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാന്ന് അറിയത്തില്ല. കമ്പിളിക്ക് തൊടിയിലില്ല. അപ്പൊ എന്തെന്നാന്ന് ഈ കളിക്കുന്നത്? ചുമ്മാ അങ്ങോട്ട് അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഈ ആചാരങ്ങളെ വളയ്ക്കുകയാണ്, എന്നിട്ട് അങ്ങോട്ട് ഒടിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ കാലത്തെ ആൺപിള്ളേരുടെ ഇടയിൽ ഒരു ഡയലോഗ് ഉണ്ട്, വളച്ചോളൂ വളച്ചോളൂ പക്ഷെ ഒടിക്കരുത് എന്ന്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആചാരങ്ങളെ നിങ്ങളുടെ വീടിന്റെ, നിങ്ങളുടെ ചുറ്റുപാടിന്റെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഒക്കെ സൗകര്യത്തിനനുസരിച്ച് കുറച്ചൊന്ന് വളച്ചോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. എല്ലാ ആചാരങ്ങളും കുറച്ചൊരു സ്പേസ് ഇട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഏകാദശി തന്നെ നമ്മൾ എന്ത് പറയും? തലേ ദിവസം ഒരിക്കലിരുന്ന് പിറ്റേ ദിവസം ജലപാനം മാത്രം ചെയ്ത്, അല്ലെങ്കിൽ പൂർണ്ണമായി ഉപവസിച്ച് അതിന്റെ പിറ്റേ ദിവസം ഹരിവാസര മുഹൂർത്തത്തിൽ എന്താണ് പാരണ വീടി പിന്നീടാണ്. അങ്ങനെ പാരണ വീടാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ദുർവാസാവ് പിണങ്ങിയത്. ഓർമ്മയില്ലേ അംബരീഷന്റെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അംബരീഷന്റെ കാര്യം പറയുന്നത് എന്തിനാണെന്നറിയാവോ? ഈ ഏകാദശി കൊണ്ട് സ്വർഗവാതിൽ കണ്ടുപിടിച്ച ഒരാളാണ് അംബരീഷൻ. അപ്പൊ എനിക്ക് അങ്ങനെ പരിചയമുള്ളൂ, വേറെ ആരെയും പരിചയമില്ല. പുള്ളി നിന്ന നിപ്പിന് പിന്നെ മറ്റേ ദുർവാസാവ് ഓടിയ ഓട്ടം ഓർമ്മയില്ലേ? എന്റെ പൊന്നെ, സത്യത്തിലെ ഏകാദശി നോറ്റത് അംബരീഷനും ദുർവാസാവും ഒരുമിച്ചാണെങ്കിലും അംബരീഷൻ വീട്ടിലിരുന്ന് തന്നെ, അഥവാ അദ്ദേഹം താമസിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ എല്ലാവരെയും വേണ്ട പോലെ കണ്ടു. ദുർവാസാവ് ഓടി നടന്നു കണ്ടു. പുള്ളിക്കാരനാണല്ലോ പോയി വൈകുണ്ഠത്തിൽ കയറിയതും കൈലാസത്തിൽ കയറിയത്. ഓർമ്മയില്ലേ? കഥ ഓർമ്മയില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലം മുതൽ ഈ കാലം വരെ ഇതിന് ചെറിയ ചെറിയ ഫ്ലെക്സിബിലിറ്റികൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതല്ലെങ്കിൽ മറ്റേതാവാം എന്നുള്ള, ഞങ്ങൾ പറയും ചുണ്ട വേര് കിട്ടിയില്ലേ കണ്ട വേര് കൊണ്ടുണ്ടാക്കാൻ എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചാല്, നോക്കൂ, ആചാരങ്ങളാണെങ്കിൽ കൂടി എല്ലാവരും ഇത് ഒരുപോലെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആചരിക്കണ്ട. എന്താ അങ്ങനെ ആചരിക്കണ്ടാത്തത്? കാരണം ഇത് പേഴ്സണലൈസ്ഡ് ആണ്, ഇത് ഭാരതമാണ്. ഭാരതത്തിൽ വ്രതം, ആചാരം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങ് ആസേതു ഹിമാചലം എന്ന് നമ്മൾ പറയും. ആസേതു ഹിമാചലം എന്ന് പറഞ്ഞാൽ ഇവിടെ രാമൻ ഒരു പാലം കെട്ടിയിട്ടില്ലേ, ഇതാണ് ഈ സേതു. അവിടെ മുതൽ ഹിമാലയം വരെ, തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള മുഴുവൻ ആൾക്കാരും ഇങ്ങനെ തന്നെ പട്ടിണി ഇരുന്നോ? അല്ല, നമ്മൾ എന്നിട്ട് എന്നാ പറയാ, ഡയബറ്റിക് ആണോ? എന്നാ പിന്നെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയത് എന്നേലും കഴിച്ചോ എന്നത്. ഇങ്ങനെയാണോ വ്രതം? പറ്റിക്കല്ലേ നമ്മള്? അന്നേരം ഭഗവാൻ പറയും സ്വർഗവാതിലിന്റെ ഫോട്ടോ കാണിക്കാം. സ്വർഗവാതില് കാണണം എന്നാണല്ലോ, സ്വർഗവാതിലിന്റെ ഫോട്ടോ കാണിക്കാം. നിങ്ങൾ ഗോതമ്പൊക്കെ തിന്നിട്ട് വന്നിരിക്കല്ലേ, ആ പുള്ളിക്കാരനും പറ്റിക്കും. അപ്പൊ നോക്കൂ, ഇതിൻ്റെ അകത്ത് പറ്റിക്കലിന്റെയോ വെള്ളം ചേർക്കലിന്റെയോ ഒന്നും പ്രശ്നമില്ല. മറിച്ച് ഇത് പൂർണ്ണമായിട്ടും ആരോഗ്യ സംരക്ഷണാർത്ഥം, ശരീര സംരക്ഷണാർത്ഥം അഥവാ പാലനാർത്ഥം. ശരീരം എന്ന് പറയുമ്പോൾ ഇവിടെ 2 ശരീരങ്ങളെ പ്രത്യേകം, എപ്പോഴും ഞാൻ ശരീരം എന്ന് പറയുമ്പോഴെല്ലാം എന്നെ കേട്ടോണ്ടിരിക്കുന്നവരെല്ലാവരും 2 ശരീരങ്ങളെ ഓർത്തോണം. ഏതാ 2 ശരീരം? സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. ഏതാ സൂക്ഷ്മ ശരീരം? മനസ്സാണ് സൂക്ഷ്മ ശരീരം. ഏതാ സ്ഥൂല ശരീരം? ഈ കാണുന്നത്, കയ്യ, കാല്, മൂക്ക്, ചെവി, കണ്ണ്, നമ്മുടെ ഈ തടിമിടുക്കില്ലേ, അതാണ് സ്ഥൂല ശരീരം. അപ്പൊ ഇത് രണ്ടിനും ഗുണം വരാൻ വേണ്ടി, ഇതിനെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വ്രതവും, ഭാരതത്തിലുള്ള എല്ലാ വ്രതവും. ഞാൻ പറയുന്നത്, ഞങ്ങൾ പാലക്കാരുടെ ഡിസംബറിലെ 25 നോമ്പും ഏപ്രിൽ മാസത്തില് ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ട് വരുന്ന വലിയ നോമ്പിനെ കുറിച്ചൊന്നും അല്ല. അല്ലെങ്കിൽ പൊതുവെ പിന്നെ മുസ്ലിം മതത്തിലുള്ളവർ നോക്കുന്ന ഒരു മാസത്തെ ഇഫ്താറോ ഈദോ എന്താ അവരുടെ ഒരു നോമ്പുണ്ട്, 30 ദിവസത്തെ, ഒരു മാസം മുഴുവൻ അവരുടെ നോമ്പ്. അതിനെക്കുറിച്ചല്ല, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയാൻ മേല. കാരണം ഞാൻ പഠിച്ചത് ഭാരതത്തിലെ വൈദ്യശാസ്ത്രം ആയതുകൊണ്ട് ഭാരതത്തിൽ എന്താണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറയാൻ എനിക്കറിയാം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ എല്ലാ വ്രതവുമായിട്ട് കൂട്ടിക്കലർത്തി കുഴച്ചേക്കരുത്. അങ്ങനെയൊക്കെ പല പരിപാടികളും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്.
അപ്പൊ അതൊന്നും ചെയ്തേക്കരുത്. അതിന് വേണേ നിങ്ങൾ പ്രത്യേകം പഠിച്ചേച്ച് പറഞ്ഞോണം. ഞാൻ പറയുന്നത് ശിവരാത്രി വ്രതം, ശിവരാത്രി പോലെ തന്നെ എത്രയോ കർത്തവാവുകൾ പിന്നെ വരുന്നു അല്ലേ? നമ്മൾ എന്നെ ആ മാസത്തിലെ കർത്തവാവിന് മാത്രം ഒന്നും കഴിക്കാതെ അതിൻ്റെ അകത്ത് പിന്നെ ഓപ്ഷൻ ഒന്നുമില്ല, ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ ഇരിക്കുന്നത്. ചില മാന്ത്രിക ചരടുകളിലൊക്കെ ജപിച്ചു തരുമ്പം മന്ത്രവാദി നമ്മളോട് പറയും മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടേ കെട്ടണം എന്ന്. മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊന്ന് കെട്ടി തീർന്നിട്ട് ആർക്കാടാ ഏനകേട് എന്ന് ഇന്നസെന്റ് ചോദിക്കുന്ന ഓർമ്മയില്ലേ? എന്ന് പറയുന്നത് ഇത് കെട്ടി തീരുന്നവരെ മിണ്ടാൻ പറ്റില്ല, അതാണ്. അപ്പൊ അത് ഏനകേടൊക്കെ മാറി എന്ന് ചോദിക്കുന്നല്ലേ, ഇത് മന്ത്രവാദി പറഞ്ഞിരിക്കുകയാണോ മിണ്ടരുതെന്ന്, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നാല് ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ തന്നെയാണ് ശിവരാത്രി വ്രതം നോക്കണം. എന്താ അതങ്ങനെ? അതങ്ങനെയാ. ആ കാലത്ത്, ആ ഋതുവിൽ, ആ അമാവാസിയിൽ ആഹാരം കഴിച്ചാൽ അത് വിഷമയമായേ ദഹിക്കൂ. ഇത് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? പിന്നെ നമ്മൾ എത്ര ശിവരാത്രിക്ക് എന്തെല്ലാം കഴിച്ചിരിക്കുന്നു. ശിവരാത്രി വ്രതം നോക്കാതെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാർ ഇക്കൂട്ടത്തിൽ കാണില്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ എല്ലാ ശിവരാത്രി വ്രതവും നോക്കിയിട്ടില്ല. വൈദ്യനായതിനു ശേഷം ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും ശിവരാത്രി വ്രതം എല്ലാം നോക്കാൻ എനിക്ക് ഒത്തിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ആ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ എന്താണ്, ശാസ്ത്രമനുസരിച്ച് ആ മാസത്തിലെ കർത്തവാവിന് ആഹാരം ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആ ഋതുവിന്റെ പ്രത്യേകതയാണ്, ആ പക്ഷത്തിന്റെ പ്രത്യേകതയാണ്, ആ തിഥിയുടെ പ്രത്യേകതയാണ്. അപ്പൊ അന്നത്തെ ഒരു ദിവസത്തേക്ക് നമ്മളൊന്നും കഴിക്കാതെ അങ്ങ് ഇരുന്നേച്ചാല്, കഴിക്കാതെ എങ്ങനെ ഇരിക്കണം? ഈ പാമ്പുകടിയൊക്കെ ഏറ്റാലും നമ്മൾ പറയില്ലേ, ഉറക്കരുത് കേട്ടോ, ഉറക്കരുത് എന്ന് പറയും. എന്താ? ഉറങ്ങുമ്പോ വിഷം ആഞ്ഞു കയറുന്ന. അപ്പൊ ഉറക്കാതെ വെക്കും നമ്മൾ വിഷം ഏറ്റ ആളെ എന്ന് പറയുന്നത് പോലെ, ഉണ്ണാതെ ഇരിക്കും, ഉറങ്ങാതെ ഇരിക്കും. അങ്ങനെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അതറിയത്തില്ലേ? ശിവൻ കാളകൂടം കുടിച്ചിട്ട് അവിടെ നിൽക്കുക, പാർവതീദേവി കാത്തിരിക്കുക, തപസ്. അപ്പൊ അതുപോലെ നമ്മുടെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ ഭർത്താവ് കാളകൂടം കുടിച്ചോ? ഇല്ലല്ലോ. ഓ, എത്ര പാർവതി ദേവിമാരുണ്ട് ഇക്കൂട്ടത്തില്. മഹാദേവനെ കല്യാണം കഴിച്ചിട്ട് കാളകൂടം കുടിച്ചിട്ട് തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് അവസാനം പറഞ്ഞ കാര്യം പലരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കാളകൂടം കുടിച്ചിട്ടോ മഹാദേവനെ കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങേരെ ജീവൻ പോകുമല്ലോ എന്ന് പേടിച്ചിട്ടോ ഒന്നുമല്ല, മറിച്ച് പോകുന്നെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ചില ദുർബല നിമിഷത്തിൽ എന്റെ ഡോക്ടറെ ഇതിയാന്റെ കൂടെ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്താലാ. എത്രയോ സ്ത്രീകള് വൈദ്യശാലയിലെ ഓപ്പിയിലെ കസേര വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാചകം, എന്റെ പൊന്നു ഡോക്ടറെ ഈ കാണുന്നതൊന്നും അല്ല എന്ന്. അപ്പൊ അങ്ങനെ പാർവതി ദേവി മഹാദേവന്റെ കഴുത്തിന് പിടിച്ചതാണെന്നും അത് പുറത്തോട്ട് തുപ്പാതെ മഹാദേവന്റെ വാ അടച്ചു പിടിച്ചെന്നും അകത്തോട്ട് ഇറക്കാതെ കഴുത്തിന് പിടിച്ചെന്നും ഒക്കെ നമ്മൾ കഥ പറയും. ഇത് കേൾക്കുമ്പോ സ്ത്രീകൾക്കൊരു രോമാഞ്ചം. ആഹാ, ലോകത്തിന് ഗുണം, നമുക്ക് ഗുണം, ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കും, എന്തെല്ലാം നമ്മൾ ചെയ്യും. എന്റെ ദൈവമേ, വ്രതം എങ്കിൽ വ്രതം. നമ്മൾ ശിവരാത്രി വ്രതം നോക്കും. അല്ലാതെ ഇത് കഴിച്ചാല് വിഷമാണ്, ഇത് കഴിച്ചാൽ ശരീരത്തിന് ആരോഗ്യം കുറയാണ്, അതുകൊണ്ട് ഇന്നൊരു ദിവസം നമുക്ക് പട്ടിണി ഇരിക്കാൻ കേട്ടോ എന്നൊക്കെ പറയാം. പിന്നെ എന്ന് പറയും. അതുകൊണ്ടാണ് ആചാരങ്ങളിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ ചില ചൂർണങ്ങൾ കൊടുക്കുന്ന പോലെയാ. ഉദാഹരണത്തിന് അഷ്ടചൂർണം. അഷ്ടചൂർണത്തിന്റെ യോഗത്തിൽ തന്നെ വിധിയുണ്ട്. എന്താ വിധി? അഷ്ടചൂർണം ഊണ് കഴിക്കുമ്പോ ചോറ് നന്നായിട്ട് കുഴച്ചിട്ട് ആദ്യത്തെ ഉരുള ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് അതിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കഴിക്കേണ്ട അഷ്ടചൂർണം അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ കുഴി അടച്ചിട്ട് വായിൽ വെച്ച് വിഴുങ്ങണം. പ്രഥമ കബളഭോജ്യ സർപ്പിഷ ചൂർണകോ അയം എന്നാണ്. ആദ്യത്തെ ഉരുളയോട് കൂടി നെയ്യും ചേർത്ത് വിഴുങ്ങുക എന്നാണ് അഷ്ടചൂർണത എന്ന് പറഞ്ഞാൽ. എന്തിനാ? അഷ്ടചൂർണത്തിന്റെ രുചി അറിയാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഏറ്റവും അധികം അഷ്ടചൂർണം കൊണ്ട് പ്രയോജനം കിട്ടുന്നത് ഇങ്ങനെ കഴിക്കുന്നതാണ്. അപ്പൊ നമ്മള് പിള്ളേരോട് പറയും ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് വിഴുങ്ങിക്കോ, വിഴുങ്ങും. ഇതൊരു പതിവാണ്. ഇങ്ങനെ നമ്മൾ പലതും മറ്റു പലതിൻ്റെ അകത്തും പൊതിഞ്ഞ് എന്താണ് യഥാർത്ഥത്തിൽ അകത്തുള്ളതെന്ന് ആരെ അറിയിക്കാതെ പലർക്കും കൊടുക്കാറുണ്ട്. എന്ന് കരുതി ഇതെല്ലാം അറിയിച്ചു കൊടുത്താലേ പറ്റുള്ളൂ, അതാണ് നിയമം, അറിയാനുള്ള അവകാശം അവർക്കില്ല എന്നൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഈ ഏകാദശി വ്രതത്തെ കുറിച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത് ആരോടും പറയരുത്, ആരും വിശ്വസിക്കരുത്.
പിന്നെ നിങ്ങളല്ല വേറെ ആരെങ്കിലും ആ ഡോക്ടറെ തള്ളും കേട്ടിരിക്കുമോ? ഇങ്ങനെ തന്നെ ചോദിക്കും, ഇങ്ങനെ തന്നെ ചോദിക്കും. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലായി. ആയുർവേദക്കാർ തന്നെ ചോദിക്കും. ഇന്നിപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ എവിടെയാന്നാ പറഞ്ഞത്? തിരുവനന്തപുരത്ത് ഇരുന്ന് കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ പോലെയൊന്നും അല്ല. അവരുടെയൊക്കെ മുമ്പിൽ ചില കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോ പിന്നെ ഇവർ 2 മാസം മുമ്പ് എറണാകുളത്തും ഇങ്ങനെ ഒന്ന് തള്ളിയതാണ്. ഒരു ഡോക്ടർ PhD കാരത്തിയാ പറയാ. ഓ എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു നമ്മളെ കുറിച്ച് ഓരോരുത്തരുടെ വിലയിരുത്തലേ. ഇറ്റ്സ് ഓക്കെ. പക്ഷെ പുസ്തകത്തിന്റെ അകത്തുള്ള കാര്യം അവർക്ക് ഇതുവരെ അറിയത്തില്ല. PhD വരെ കിട്ടി. ഇത് കൂടെ ആയുർവേദ ഡോക്ടർമാരുള്ള ലോകമായി. അതുകൊണ്ട് നിങ്ങൾ ഇത് ആരോടും പറയണ്ട. ആർക്കും ഇതൊന്നും മനസ്സിലാകുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനാൽ നിങ്ങൾ വലിയ അറിവുള്ളവരല്ലേ. അതുകൊണ്ടാണ് ഞാൻ ജയന്തി അമ്മയോട് ഏറ്റത്, ശരി ഞാൻ പറയാം, ഈ വിഷയം പറയാം എന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, വ്രതം നോക്കാൻ യോഗ്യരായവർ എന്ന് പറഞ്ഞാൽ സ്വതേ ആരോഗ്യമുള്ളവരായിരിക്കണം. നമ്മുടെ വീട്ടില് എന്റെയൊക്കെ പ്രായത്തില് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ നാളെ ഏകാദശിയാ കേട്ടോ എന്ന അമ്മമാരോ അമ്മായിമാരോ ഒക്കെ ആ പെൺകുട്ടിയോട് പറഞ്ഞ, ഓ ഒക്കെ ഇപ്പൊ അമ്മ നോക്കിക്കൊണ്ടാ മതി, ഞങ്ങൾക്ക് അതിനൊന്നും പ്രായമായില്ല എന്ന് ഏതേലും പെങ്കൊച്ച് എന്റെ പ്രായത്തിലുള്ളവർ പറയുന്നത് ഒറ്റടിയാ. അവളുടെ പ്രായത്തിൽ അത് നോക്കേണ്ടത്. അല്ലാതെ 70 വയസ്സ് കഴിഞ്ഞ് ഡയബറ്റീസും ഉണ്ട്, പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, തൈറോയിഡും ഉണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഓർത്തോർത്തോർത്ത് മരുന്നുകൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. 70 വയസ്സ് കഴിഞ്ഞു. ഇനി ഏകാദശിയാന്നും പറഞ്ഞ് ആഹാരവും കഴിക്കാതെ ഇരുന്നോണ്ടാ മതി. ഠിം അല്ലേ? ആഹാ, അങ്ങനെ ചെയ്യരുത്. പകരം എന്റെയൊക്കെ പ്രായത്തിൽ വ്രതം നോറ്റ് ചിട്ട ശീലിക്കാമെങ്കിൽ 70-ാമത്തെ വയസ്സിലും ഒരു ഡയബറ്റീസും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, തൈറോയിഡും ഇല്ല, ഒരു ഗുളികയും വേണ്ട, അപ്പോഴും വ്രതം നോക്കാം. പക്ഷെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വ്രതം നോക്കാം. പിള്ളേരെയൊക്കെ ഒരു കരയ്ക്ക് പറ്റിച്ചിട്ട് വ്രതം നോക്കാം. അല്ല 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 അല്ല. ജീവിതത്തിൽ ഏറ്റവും ബിസി ഷെഡ്യൂൾ ഉള്ളപ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ളത്. ഇപ്പൊ പ്രായമായ ആൾക്കാർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലാവുന്നുണ്ട്. എന്റെ അമ്മയ്ക്കൊക്കെ ഈ വാചകം കേൾക്കുമ്പോഴേ കാര്യം മനസ്സിലാവും. അമ്മ എന്ന് പറഞ്ഞാല് ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയോന്നറിയില്ല. വന്ദേ ഭാരത് എന്ന് 2-3 ട്രെയിൻ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. സംഗതി വളരെ പങ്ക്ച്വൽ ആണെന്ന് മാത്രമല്ല, വിമാനത്തെ കയറിയിരിക്കുന്നല്ലേ. ഞാൻ കോട്ടയത്ത് നിന്ന് ഇന്നലെ വന്ദേ ഭാരതിനാ വന്നത്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ എക്സൈറ്റ്മെന്റ് മാറാത്തോണ്ടാണ് ഇത് പറയുന്നത്. നാളെ വന്ദേ ഭാരതിന് പോകാൻ വേണ്ട സത്യത്തിൽ ഞാൻ ഇന്ന് ഇവിടെ താമസിക്കുന്നത്. അത് വെളുപ്പിനേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം അതുപോലെയായിരുന്നു എൻ്റെ അമ്മ. പുള്ളിക്കാരത്തി ജോലിക്ക് പൊക്കൊണ്ടിരുന്നു, എസെൻഷ്യൽ സർവീസിലായിരുന്നു, അവധിയേ ഇല്ല. ഞങ്ങള് എനിക്കൊരു ചേട്ടനുണ്ട്, മഹാവികൃതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാർട്ടൂൺ കഥാപാത്രങ്ങളെ അറിയാം കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ. ഒന്ന് ബാലരമയിലെ രാജുവും രാധയും. നല്ല പിള്ളേരായിരുന്നു, എല്ലാവരും അങ്ങനെ വിളിക്കല്ലേ. പക്ഷെ ഞങ്ങളെ എങ്ങനെയാ വിളിച്ചിരുന്നത്? ബോബനും മോളിയും. നിങ്ങക്ക് മനസ്സിലായല്ലോ. അപ്പൊ അതുകൂടി 2 പിള്ളേരുടെ അമ്മയായിരുന്നു. എണ്ണം പറഞ്ഞ ഒരു അമ്മായിയമ്മ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. അമ്മൂമ്മ ഈസ് മൈ റോൾ മോഡൽ. പക്ഷെ അയ്യോ, ഇതുപോലെ ഒരു അമ്മായിയമ്മ ഇനി ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല, ഇതിന് ശേഷം ഉണ്ടായിട്ടില്ല. അതുകൂട്ടൊരു അമ്മായിയമ്മയായിരുന്നു. അതുകൂട്ടൊരു അമ്മായിയമ്മ ഉണ്ടായിരുന്നു. എന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടാണ് അമ്മൂമ്മ സ്വർഗവാതിൽ കണ്ടത്. അപ്പൊ ഊഹിക്കാലോ, അമ്മയുടെ നല്ല പ്രായം മുഴുവൻ അമ്മൂമ്മ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പ വെള്ളം തിളപ്പിച്ചിട്ടാണോ കാപ്പിപ്പൊടി ഇടേണ്ടത്, കാപ്പിപ്പൊടി ഇട്ടിട്ടാണോ വെള്ളം തിളപ്പിക്കേണ്ടത്, ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടാണോ സാധാരണ എനിക്ക് കൊണ്ട് തരാറ്, അതത് ഗ്ലാസ്സിൽ വെച്ചിട്ട് തന്നെയാണോ തിളപ്പിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരപ്പ. ജോലി, വീട്ടിലത്തെ മുഴുവൻ പണി, ഇതെല്ലാം വന്ദേ ഭാരത് പോലെ പങ്ക്ച്വലായിരുന്നു, അതുപോലെ വൃത്തിയായിരുന്നു. അവർക്ക് ഒരു അസുഖവും ഈശ്വര സഹായിച്ചില്ലായിരുന്നു റിട്ടയർ ചെയ്യുന്നത് വരെ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ റിട്ടയർ ആകുമ്പോഴേക്കും ഞാൻ എന്തായി? ഞാൻ ആയുർവേദ വിദ്യാർത്ഥിനിയായി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, നിർത്തരുത് നിർത്തരുത്, ഒന്നും നിർത്തരുത്, ഇതുപോലെ ഓടിക്കോണം, പയ്യെ പയ്യെ. ട്രെയിൻ എങ്ങനെയാ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? പയ്യെ 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 പയ്യെ, കുറേ ദൂരം മുമ്പേ അവർ ഇതെല്ലാം ഓഫ് ചെയ്യാൻ തുടങ്ങും, എന്നാലേ ഉള്ളൂ സ്റ്റേഷനിൽ എത്തുമ്പോൾ നിൽക്കുള്ളൂ എന്ന് പറയുന്ന പോലെ പയ്യെ 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 പയ്യേ ഈ തിരക്കുകൾ നിർത്താവുള്ളൂ. ഒരു മാർച്ച് 31 റിട്ടയർ ചെയ്തു എന്നും പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മുതൽ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കരുത്, അസുഖം വരും. എന്തായാലും എൻ്റെ അമ്മ അത് കേട്ടു. സ്റ്റിൽ ഷീ ഈസ് ഹെൽത്തി ആസ് പെർ ഹെർ ഏജ്. ഒരു ബയോളജിക്കൽ ഏജിനനുസരിച്ചിട്ടുള്ള ആരോഗ്യം ഈശ്വരൻ സഹായിച്ച് എൻ്റെ അമ്മയ്ക്കുണ്ട്. ഫൈൻ, ദൈവാധീനം കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ പറയുന്നത് ആ പ്രായത്തിലല്ല വ്രതം.
മറ്റേ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരുന്ന പ്രായമില്ലേ ഞങ്ങളുടെയൊക്കെ പ്രായം, ആ പ്രായത്തിൽ വ്രതം അങ്ങനെ നോറ്റാൽ നമ്മുടെ ആരോഗ്യം ഒരു മിനിമം റിസർവ് എപ്പോഴും കാണും. ഓട്ടോറിക്ഷയിൽ റിസർവ് പെട്രോൾ കാണാമല്ലേ, നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കുക, പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ഡ്രൈവറാണ് ഇതെന്നെ സാരിയെ പിടിക്കുവാണോ എന്ന് തോന്നും, തിരിഞ്ഞ് കീഴെ ഒരു സൂത്രം, പഴയ ഓട്ടോയാ ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ഓട്ടോയിലുണ്ടോ എനിക്കറിയില്ല, അങ്ങനെ തിരിച്ചു വെച്ചാൽ പിന്നെ പിന്നെ എന്ന് പറയുന്നത് റിസർവ്. ആ റിസർവ് എപ്പോഴും നിലനിൽക്കും. അല്ല നമ്മൾ 70-ാമത്തെ വയസ്സിൽ വ്രതമൊക്കെ തുടങ്ങാന്ന് വിചാരിച്ച എന്റെ പൊന്നമ്മമാരെ നമുക്ക് അപകടം പറ്റും. അതുകൊണ്ട് 70-ാമത്തെ വയസ്സിൽ വ്രതം തുടങ്ങാം. എങ്ങനെയാ? ഭഗവാനോട് എക്സ്ക്യൂസ് ഒക്കെ മേടിച്ചിട്ട് ഒരു നേരം ആക്കാം. അല്ലാതെ പൂർണ്ണ ഉപവാസത്തിന് പറ്റിയ പ്രായമല്ല, ഒരു നേരം ആക്കാം. പക്ഷെ തമാശ എന്നാന്നറിയാവോ? സത്യം പറയട്ടെ, എന്റെ പ്രായത്തിലുള്ള പെൺപിള്ളേർക്ക് 24 മണിക്കൂർ ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റിയല്ല. ഇല്ല, നിങ്ങളുടെ വീട്ടിൽ എന്റെ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ അവളെ ഒരു ദിവസം പട്ടിണിക്കിട്ട് നോക്കുക. ഉയ്യോ, പിറ്റേ ദിവസം പട്ടിണിക്കിടാണെ പൂട്ടിയിട്ടോണം, ഇല്ലെങ്കിൽ പിടിച്ച് തിന്നുന്ന ആരെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തമാശയായിട്ട് പറയില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വികൃതമായിട്ടുള്ള അഗ്നിയുമായിട്ടാണ് എന്റെ ജനറേഷനിലുള്ള സ്ത്രീജനങ്ങൾ, ഞാൻ പുരുഷന്മാരെ കുറിച്ച് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് നേരം കിട്ടുകയില്ല, സ്ത്രീജനങ്ങൾ ജീവിക്കുന്നത്. എന്താ കാര്യം? നമുക്ക് ഒരു ചിട്ടയുമില്ല. എന്ത് ചിട്ടയില്ല? മെൻസ്ട്രൽ ഡേയ്സിൽ നമ്മൾ ഓടുകയല്ലേ, മെൻസ്ട്രൽ ഡേയ്സിൽ നമ്മൾ ഓടുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MD ചെയ്തുകൊണ്ടിരുന്ന 3 വർഷവും കൃത്യം പീരീഡ്സിന്റെ ഡേറ്റ് വരും, എനിക്ക് അവധി കിട്ടും. ഏതെങ്കിലും ഒരു കാരണം വരും, ഒരു എമർജൻസി വരും, ഞാൻ നാട്ടിലേക്ക് വരും. എവിടുന്ന്? കർണാടകത്തിൽ നിന്ന്. യാത്ര എത്ര മണിക്കൂർ? ഒരു രാത്രി. ഈ പീരീഡ്സ് ഒക്കെ കഴിയുമ്പോൾ തിരിച്ചു പോകും, അല്ലെങ്കിൽ അടുത്ത ഡേറ്റിന് പിന്നെ യാത്ര. ഇത് തന്നെ പണി 3 വർഷം. എന്റെ നടുവിന്റെ ഇടപാട് തീർന്നു, എന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ ലോ ആയി, എന്റെ ദഹനം വളരെ ലോ ആയി, എന്നെ കണ്ടാൽ ഒരുമാതിരി പിഴിഞ്ഞെടുത്ത പോലെയായി. അല്ലെങ്കിലും പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പക്ഷെ പിന്നെയും കഷ്ടമായി. പണ്ടേ ദുർബല എന്ന് പറയുന്നത്, പിന്നെ എന്റെ ബാക്കി അങ്ങനെ അല്ലെങ്കിലും പിന്നെ കഷ്ടമായി. അതിനുശേഷം എനിക്ക് പാലക്കാട് ജോലി കിട്ടി, ഭർത്താവ് നാട്ടില്. അപ്പം ഇതുപോലത്തെ സോഷ്യൽ ആക്ടിവിറ്റീസ്, അന്ന് ഇത്രയും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രചാരത്തിലില്ല. എവിടെയെങ്കിലും പ്രഭാഷണം നടത്തണം അല്ലെങ്കിൽ പ്രസംഗിക്കണം, ഉടനെ വിളി വരും, താൻ ഈ ആഴ്ച ഇങ്ങോട്ടൊന്ന് വരണം കേട്ടോ, ഞായറാഴ്ച ഞാൻ ഇന്നടത്ത് ചെല്ലാന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ പാട്ടാമ്പിന്ന് വരികയാണ്, മിക്കവാറും ഡേറ്റ് ആയിരിക്കും. അപ്പൊ എന്താണ്? മെൻസ്ട്രൽ ഡേയ്സിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം? സ്ത്രീകൾ വിശ്രമിക്കണം. മെൻസ്ട്രൽ പീരീഡ്സ് ഉള്ളപ്പോൾ ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ ഒരു വാഹനം ഓടിയാലുള്ള അത്രയും മൊമെന്റത്തിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തോട്ട് ഒഴുകുന്നത്. അല്ലാതെ ഇത് പയ്യെ ആളെ അന്വേഷിച്ച് തപ്പി തടഞ്ഞ് ആർക്കും ഉപദ്രവം ഉണ്ടാകാതെ പുറത്തിറങ്ങിയിരിക്കുമൊന്നുമല്ല, നിങ്ങൾ പോരുകയാണ്. ചില പേഷ്യൻസ് ഒക്കെ ഹെവി ബ്ലീഡിങ് ഉള്ളവർ വന്നിട്ട് പറയും, മലവെള്ളപ്പാച്ചിൽ പോലെയല്ലേ ഡോക്ടറെ എന്ന്. അവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയാം, എനിക്കത് നന്നായിട്ട് മനസ്സിലായി, ഞാൻ ഒരു വൈദ്യനല്ലേ. ഞാൻ ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. സ്ത്രീകളായിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ കാണുമല്ലോ, അവർക്കൊക്കെ മെൻസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ദം, അവരെ ബഹുമാനിക്കുക. കാരണം ഇങ്ങനെ റെഗുലർ ആയിട്ട് മെൻസ്ട്രേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു പുതിയ ജീവൻ കൊടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്നാണ് അർത്ഥം. ആ ആരോഗ്യത്തെ നമ്മുടെ ദുരാചാരം കൊണ്ട് നശിപ്പിക്കരുത്. അവരെ എത്ര സ്ത്രീകൾക്കാണ് ഹിസ്റ്ററക്ടമി ചെയ്യുന്നത്? വ്രതവും ആചാരവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തോരം നമുക്ക് കുറയ്ക്കാമെന്നറിയാവോ? മെൻസ്ട്രൽ ഹോളിഡേയ്സ് ഉള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ നോക്കൂ, അവിടുത്തെ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം കൂടുകയാണ്. ഒരു തരം വ്രതം തന്നെയാണത്, ഋതുമതിക്കുള്ള വ്രതം. ഋതുമതി ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം? ഏറ്റവും ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കണം, അണിഞ്ഞൊരുങ്ങാതെ ഇരിക്കണം. അണിഞ്ഞൊരുങ്ങാതെ ഇരിക്കുക, എന്തെങ്കിലും ഒരു ഏറ്റവും ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക, ഏറ്റവും ലളിതമായ കിടക്കയിൽ കിടക്കുക. പണ്ടൊക്കെ നമ്മളോട് പായ കിടക്കാൻ പറയും, എന്നിട്ട് എന്താ, ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുമ്പോൾ ഈ പായൊക്കെ നനയ്ക്കണം. അപ്പൊ നനയ്ക്കാനുള്ള എളുപ്പത്തിനാണ് പായ കിടക്കാൻ പറയുന്നത്. എങ്ങാനും ഇതൊക്കെ പറ്റിയാലും നനച്ചു കളയാനാണ്, കഴുകി വൃത്തിയാക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ. അല്ല, നോക്കൂ, സുഖശയ്യാസനം മെൻസ്ട്രേറ്റിംഗ് ലേഡീസിൽ അസുഖങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഗർഭാശയ മുഴ, ഓവറിയിലെ മുഴ, PCOS, യൂട്രൈൻ ഫൈബ്രോയിഡ് എന്നൊക്കെ കേൾക്കാറില്ലേ? ഒരു 10-40 വയസ്സൊക്കെ ആയിട്ട് എക്സസ് ബ്ലീഡിങ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഒബ്സ്റ്റട്രീഷ്യന്റെ അടുത്ത് ചെന്നാൽ, അതായത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ ഉടനെ അവർ ചോദിക്കും, ഫാമിലി കംപ്ലീറ്റ് ആയോ?
ഫാമിലി എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത്? നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമല്ലേ ഫാമിലി. നമുക്ക് പിള്ളേരുണ്ടായ അവന്മാര് വലുതായി, അവന്മാർക്ക് പിള്ളേരുണ്ടായ അവന്മാര് വലുതായി, അവന്മാർക്ക് പിള്ളേരുണ്ടായി. ഇത് ഇവര് ജ്ഞാനപ്പാനയും വായിച്ചിട്ടില്ല, ഇവര് ലോകത്തിലോട്ട് കണ്ണു തുറന്ന് നോക്കിയിട്ടുമില്ല, ചുമ്മാ അങ്ങോട്ട് പറയുക ഫാമിലി കംപ്ലീറ്റ്. എങ്ങനെയാണ്? എന്റെ ഒന്നും ഫാമിലി കംപ്ലീറ്റ് ആവുകയില്ല, നിരന്തരം വലുതായിക്കൊണ്ടിരിക്കുക. ഇവർ ഈ മോഡേൺ ഗൈനക്കോളജിസ്റ്റുകൾക്ക് മാത്രം ഇത് കംപ്ലീറ്റ് ആകുക എന്നൊരു പരിപാടിയാണ്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്. ആയെങ്കിൽ ഇത് അങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ ഡിസ്പോസിബിൾ അല്ലേ? യൂസ് ആൻഡ് ത്രോ, ഗർഭപാത്രം. ഇവരെ എന്നാ ചെയ്യേണ്ടത്? പിന്നെ ആ ടേബിളിൽ കിടന്നോണ്ട്, ആ ഓപ്പറേഷൻ ടേബിളിൽ കിടന്നോണ്ട് ഇവരെന്ത് തരും? ആദ്യത്തെ ഡോസ് കാൽസ്യം തരും, ആദ്യത്തെ ഡോസ് തൈറോയിഡ് ഹോർമോൺ തരും, പിന്നെ മരണം വരെയാ. റെക്കറന്റ് ഡിപ്പോസിറ്റ്, RD, ആർക്കെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ഉണ്ടെങ്കിൽ അതുപോലെയാ റെക്കറന്റ് ഡിപ്പോസിറ്റ്. എന്നും മെഡിക്കൽ ഷോപ്പില് തൈറോയിഡിന്റെയും കാൽസ്യത്തിന്റെയും വിറ്റാമിൻ ഡിയുടെയും സിയുടെയും സെഡിന്റെയും ഒക്കെ ഡിപ്പോസിറ്റ് തുടങ്ങിക്കൊണ്ടാ മതി മരണം വരെ. എന്ത് തരം ചികിത്സയാണ് ആചാരങ്ങൾ ദുരാചാരങ്ങൾ ആകാതിരിക്കാമെങ്കിലുണ്ടല്ലോ. എന്റെ അമ്മൂമ്മ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ കെട്ടിച്ചു വിട്ടിട്ട് 3-4 വർഷം എനിക്കൊരു കൊച്ചുണ്ടാകുമെന്ന് കാത്തുകാത്തിരുന്നിട്ട് അതൊന്നും കാണാതെയാണ് പോയത്. 87 വയസ്സ് കഴിഞ്ഞ് 88 വയസ്സാകാറായപ്പോഴാ പോയത്. അമ്മൂമ്മയുടെ ഒരു പാത്രവും ആരും കൊണ്ടുപോയില്ല. 6 പ്രസവിച്ചു, 6 മക്കള്, ഹെൽത്തി, വെൽത്തി ആൻഡ് പ്രോസ്പെറസ്, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ഒരു കൊച്ചിനെ പ്രസവിച്ച് അടുത്തെങ്ങാനും ഗർഭമായാൽ വേണ്ട കിടക്കുന്നു കട്ടിലല്ലേ. എന്താ? യൂട്രസിന് ബലമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പെണ്ണുങ്ങളാണെങ്കിൽ ജീൻസ് വിട്ടോണ്ട് ആ ദിവസങ്ങൾ മറന്നേക്കൂ എന്ന് പറഞ്ഞ് ചാടുക. ഇവർക്ക് ഏകാദശിയില്ല, ദ്വാദശിയില്ല, പൗർണമിയില്ല, അമാവാസിയില്ല, മെൻസ്ട്രൽ ഡേയ്സും ഇല്ല. ആരുടെ കുഴപ്പം? ആയുർവേദക്കാരുടെ കുഴപ്പമോ? അംബരീഷന്റെ കുഴപ്പമോ? ഭഗവാന്റെ കുഴപ്പമോ? ആരുടെയും കുഴപ്പമില്ല. വിവരമുള്ള അമ്മമാരില്ലാതെ പോയി. എന്തുകൊണ്ട് വിവരമുള്ള അമ്മമാരില്ലാതെ പോയി? ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇൻ പൊളിറ്റിക്കൽ കേരള, നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ, രാഷ്ട്രീയ കേരളം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ പാർട്ടികൾ എന്നല്ല, ഈ 14 ജില്ലയായിട്ട് തിരിച്ച ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ 70 വർഷമായിട്ട് നിലനിൽക്കുന്ന അരാജകത്വം കൊണ്ട് കുടുംബത്തിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാറേ ഇല്ല. നീ അവളെ കണ്ടോ? അവൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാവോ? നീ ഇവളെ കണ്ടോ? അവളുടെ മുഖത്തൊറ്റ കുരുപോലും ഇല്ല. നീ മറ്റോളെ കണ്ടോ? അവളുടെ മുടി കണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അമ്മമാർക്ക് ഇപ്പോഴും അറിയാം. കാരണം പരസ്യങ്ങളുടെ സഹായമുണ്ട്, കുശുമ്പിന്റെ പിൻബലമുണ്ട്, അസൂയയുടെ വളവുമുണ്ട്. അല്ലാതെ എന്റെ അമ്മ എനിക്ക് ഇന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ എന്റെ മോളും പഠിക്കണം, ഞാനത് നിനക്ക് പറഞ്ഞു തരികയാണ് എന്ന് പറയാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ അമ്മമാർക്ക് നശിച്ചുപോയി. കാരണം നമ്മുടെ അമ്മമാര് പറഞ്ഞു കൊടുത്തൊക്കെ പിന്തിരിപ്പനായിരുന്നു എന്ന് പറയുന്ന ഒരു പറ്റം ആൾക്കാർ ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചു. അവസാനം വിപ്ലവം മൂത്ത് ഇതിന്റെ എല്ലാം നേതാവ് ഒരു യോനി പോലെ ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലെ കൂടെ ആദ്യം അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി, എന്നിട്ട് പിന്നെ പുറത്തുനിന്ന് അകത്തോട്ട് കയറി, പിന്നെ ഒന്നുകൂടെ പുറത്തോട്ടിറങ്ങി. എന്ത് തരം വട്ടാണ് ഇങ്ങനെയാണോ സ്വാതന്ത്ര്യം കൊണ്ടിരുന്നത്? വിവരം എന്ന് പറയുന്നത് തൊട്ട് തേച്ചിട്ടില്ലാത്ത കുറെ ആൾക്കാര് നമ്മളെ ഭരിക്കുകയാണെന്ന് അവന്മാർ പറയുന്നത്. പക്ഷെ ഒരു ഏകാദശിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ അറിയാവുന്ന 140-ൽ 1 പോലും ഇല്ല. 140-ൽ 1 പോലും ഇല്ല. പോയി അന്വേഷിച്ചൊക്കെ ഇല്ല. പിന്നെ എങ്ങനെ നാട് നന്നാവും? ഇവരുടെ ഉത്തരവാദിത്വമാണിത്. അംബരീഷൻ രാജാവായി ഇരുന്നു കൊണ്ടാണ് ഏകാദശി വ്രതം നോട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ രാജ്യത്തെയും ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചത്. നിസ്സാര സംഭവമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ വിവരമുള്ളവരെല്ലാരും കൂടെ ചേർന്ന് പോളിസി ഉണ്ടാക്കണം ആരോഗ്യം സംരക്ഷിക്കാൻ. ആരോഗ്യം സംരക്ഷിക്കാതെ പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയാൻ മേല. എനിക്കിപ്പോ ഈ 1 മണിക്കൂർ വർത്താനം പറയാനുള്ള ഊരില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെ കേൾക്കും? സിമ്പിൾ ലോജിക് അല്ലേ? ഇത് തന്നെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആരോഗ്യം കുറവുള്ള ആർക്കെങ്കിലും വ്രതം നോക്കണം എന്നുണ്ടെങ്കിൽ 1 നേരം നോറ്റോളൂ. അപ്പൊ ഈ 1 നേരം എന്ത് കഴിക്കും? ഓട്സ് കലക്കി കുടിക്കും. പിന്നെ ഡോക്ടറെ അല്ല. അരി ആഹാരം കഴിക്കണ്ടെന്ന് തോന്നിയാൽ ഗോതമ്പിന്റെ വിഭവങ്ങൾ കഴിച്ചോളൂ, റാഗി കഴിച്ചോളൂ, തിന കഴിച്ചോളൂ, വരക് കഴിച്ചോളൂ. ഭാരതത്തിൽ നട്ടാൽ മുളയ്ക്കുന്നതിൽ ഉണ്ടാകുന്നത് എന്തും കഴിച്ചോളൂ. ഈ ഓട്സിന്റെ ഒരു ചെടിയെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓട്സ് എത്ര ടണ്ണായിരിക്കും ഇപ്പൊ നിങ്ങളുടെ വയറ്റിലേക്ക് ചെന്നിട്ടുണ്ടാവും? എനിക്ക് ആലോചിക്കാനേ മേല. പ്രത്യേകിച്ച് മക്കൾക്ക് അപ്പനോടും അമ്മയോടും ഒക്കെ ബഹുമാനവും വാത്സല്യവും
പ്രത്യേകിച്ച് മക്കളെ വിദേശത്താണ് പിന്നെ പറയാൻ വേണ്ട. അപ്പനും അമ്മയും തന്നെയല്ലേ ഇവിടെ കിലോ കണക്കിന് ഇങ്ങോട്ട് ഓട്സ് വരുന്നു. ആഹാ, അത്താഴം എന്റെ അപ്പായും അമ്മയും കഴിഞ്ഞ 5 വർഷമായിട്ട് ഓട്സാ. പിന്നെ ഒരു 3 വർഷം കൂടെ കൊടുത്താൽ മതി, ഇടിയും അവര് ഭിത്തിയിലിരിക്കും. നമുക്കിപ്പൊ ശരിക്കും ഒരു 85 വയസ്സ് വരെ ആയുസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ജാതകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇത് മാറ്റാം. ബലി പുരുഷകാരോഹി ദൈവമപ്യതിവർത്തത എന്നാണ് അഷ്ടാഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് കഠിനമായ പുരുഷപ്രയത്നം കൊണ്ട് വിധിയെ പോലും മാറ്റാം. എന്താണ് വിധി? 85 വയസ്സ് വരെ ജീവിക്കട്ടെ എന്നാണ് വിധി. നമ്മൾ കഠിനമായി ഓട്സ് കഴിച്ച് പരിശ്രമിച്ച് അത് 78 അങ്ങ് തീർക്കും. അതാണ് നമ്മുടെ മിടുക്ക്. എന്റെ പൊന്നമ്മമാരെ, എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മാതാപിതാക്കളെ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അവനവന് പരിചയമില്ലാത്ത ഒന്നും കലക്കി കുറുക്കി കൊടുക്കരുത്. പകരം നിങ്ങൾക്ക് പരിചയമുള്ള വല്ല പൊടിയേരിയോ നുറുക്ക് ഗോതമ്പോ, ഇപ്പം മില്ലറ്റ്സിന്റെ ഇയർ ആണ് 2023 തീരാൻ പോവാണ്. അതായത് ചെറുധാന്യങ്ങളുടെ വർഷം. ഇഷ്ടംപോലെ ചെറുധാന്യങ്ങൾ ഭാരതത്തിൽ നട്ട് മുളപ്പിച്ച് വാണിജ്യ അടിസ്ഥാനത്തിൽ ഇതാക്കുന്നുണ്ട്. നമുക്കൊക്കെ കിട്ടും. അതിൽ നിങ്ങൾക്ക് രുചി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന്, അതുമല്ലെങ്കിൽ അവല മലര് മുതലായിട്ട് ഈ നമുക്ക് പരിചയമുള്ള ധാന്യത്തിന്റെ വേറെ വേറെ ഉൽപ്പന്നങ്ങൾ. ഇതല്ലാതെ ഈ ഓട്സ് ഞാൻ കണ്ടിട്ടില്ല എന്റെ പൊന്നു ചേച്ചിമാരെ, ഓട്സിന്റെ ഒരൊറ്റ ചെടി പോലും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. പിന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓട്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനെല്ലാം അറിയണം എന്നില്ല, പക്ഷെ എന്റെ ഈ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ ഭൂപ്രദേശത്ത് വളരുന്ന സാധനമല്ല എന്ന് മാത്രമല്ല, ഇത് വളരുന്ന നാട്ടിലെ ഏറ്റവും കനകമണി പോലത്തെ സാധനം അല്ല ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത്. അതിന്റെ സകല എസൻസും പിഴിഞ്ഞു ഇടിച്ചും എടുത്തേച്ച് ചണ്ടി ബയോ വേസ്റ്റ് എന്ന് പറയും. ബയോ വേസ്റ്റ് ഇത് ഇവന്മാർക്ക് കത്തിച്ചു കളഞ്ഞാൽ തീരാത്ത അത്രയും. കാരണം ആ നാട്ടിലൊക്കെ കത്തിച്ചാൽ എപ്പോഴും അറ്റ്മോസ്ഫിയറിൽ ഫോഗ് ഉണ്ടായിരിക്കും. ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞുള്ളിടത്ത് സ്മോക്ക് വന്നാൽ അതിനെ സ്മോഗെന്നോ ഏതാണ്ട് ഒരു കമ്പൈൻഡ് വേർഡ് അങ്ങനെ വിളിക്കും. ഈ ഡൽഹിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പോലെ. അത് വണ്ടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ യൂറോപ്യൻ കൺട്രീസില് ഈ ഓട്സിനെ കൊയ്തെടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്തുനിന്ന് എസൻസ് വേർതിരിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന നമ്മൾ തിന്നുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇത് ചണ്ടി അവരുടെ വേസ്റ്റ് ആണ്. വാട്ട് വി ഹാവ് ടു ഡു വിത്ത് ദിസ്? നമ്മൾ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യും എന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് അവർ ആലോചിച്ചപ്പം ഏതോ ഒരു വേട്ടാവളിയൻ ഇവരുടെ ബയോ ലാബിൽ കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് റിച്ച് ഓഫ് ഫൈബർ. ഫൈബർ ഈസ് ഗുഡ് ഫോർ ഗട്ട്. അതിന്റെ വേറെ ഈ ഇവന്മാരുടെ തിയറി എന്ന് പറഞ്ഞാണ്ടല്ലോ, എന്റെ പൊന്നമ്മമാരെ, നേരിട്ട് ഇതിൽ ഏതെങ്കിലും ഒരുത്തിനെ കണ്ടാൽ ആ കാലയിലോട്ട് ഇങ്ങോട്ട് പിടിച്ച് തലേങ്കത്ത് കുലുക്കി ആ പള്ളക്കാട്ടിലോട്ട് കളയാൻ തോന്നും. അതുകൂട്ട് മൃഗീയമായിട്ടുള്ള തിയറികളാണ്. ഫൈബർ ഈസ് ഗുഡ് ഫോർ ഗട്ട്. ഫൈബർ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. അത് ഇതുപോലെ ഇടിച്ചു പിഴിഞ്ഞതിന്റെ മിച്ചം ചണ്ടിയാണോ? എന്നാൽ ഈ കരിമ്പിൻ നീര്, ഞങ്ങൾക്കൊക്കെ കരിമ്പിൻ കണ്ടമുണ്ട്, നീരെടുത്ത് കഴിയുമ്പോൾ ചണ്ടി ഇവന്മാർക്ക് തിരിച്ചു കയറ്റി അയച്ചാൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഫോർ എ ജോക്ക്, അറ്റ്ലീസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും. എന്തു തരം ഉപദ്രവമാണ് ഇവർ ചെയ്യുന്നത് ഹേ! അപ്പൊ ഇത് വേവിച്ച വേഗം, കാച്ചി കുറുക്കിയ കുറുകും എന്നൊക്കെ തോന്നിയപ്പം വേഗം ഇതെല്ലാം എന്ത് വേണേലും കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ നമുക്കുണ്ടല്ലോ ഒരു ഭാരതം. പഴയ കാലമൊന്നുമല്ല എന്റെ പൊന്നെ. നമ്മൾ ആരും ഇത് കൂട്ട് വേസ്റ്റ് ഒന്നും കഴിച്ചല്ല വ്രതം എടുക്കേണ്ടത്. തനി നാടൻ ആഹാരം, തനി നാടൻ അരിയുടെ കഞ്ഞിവെള്ളം, തനി നാടൻ അരിയുടെ കഞ്ഞി, അങ്ങനെ 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 വേണം വ്രതത്തിന് വേണ്ടിയിട്ടുള്ള ചിട്ടയെടുക്കാൻ. നോക്കൂ, ഇത് നിങ്ങളെ ഏകാദശിയായിട്ട് എടുത്താലും ഇനി ഒരു ദിവസം വിട്ടുപോയി ദ്വാദശിയായിട്ട് എടുത്താലും വലിയ അപകടമൊന്നുമില്ല. പക്ഷെ പൗർണമിയിലേക്കോ അമാവാസിയിലേക്കോ പോകാൻ പാടില്ല. കാരണം സ്വാഭാവികമായി കാലത്തിന്റെ സ്വാധീനം കൊണ്ട്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചന്ദ്രൻ 11-ാം ദിവസം നിൽക്കുന്ന പോലെ അല്ല പൗർണമിയിൽ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് തെളിവൊന്നും കാണിക്കണ്ട. അപ്പൊ ചന്ദ്രന്റെ സ്വാധീനത്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് ദഹന വ്യവസ്ഥയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. എന്താ സംശയം? ഒരു സംശയവും വേണ്ട. തെളിയിക്കാൻ നേരമില്ല, തെളിവ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇതങ്ങ് വിശ്വസിച്ചോളൂ, എന്നിട്ട് പുസ്തകം വായിച്ചാൽ മതി, മനസ്സിലാവും. ഇല്ലെങ്കിൽ സംശയമുള്ളവർ എന്നെ വിളിച്ചോളൂ. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു ചിട്ടയുണ്ട്. സൂര്യന്റെ സ്വാധീനം, ചന്ദ്രന്റെ സ്വാധീനം, ഇത് ശരീരത്തിൽ വരുത്തുന്ന മാറ്റം, അത് ദഹന വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന സമ്പ്രദായം, ഇതിന് കണക്കുണ്ട്.
ഇതെല്ലാം ഓൾറെഡി റെക്കോർഡഡ് ആണ്, സെർച്ച്ഡ് ആൻഡ് റിസർച്ച്ഡ്. ഇത് അന്വേഷിച്ചു പോയിട്ടുണ്ട്, വീണ്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് പൗർണമി, അമാവാസി മുതലായിട്ടുള്ള ദിവസങ്ങളിൽ ദഹന വ്യവസ്ഥയിൽ അപകടമുണ്ട്. പൗർണമിക്ക് നമുക്ക് പൊതുവെ ദഹന വ്യവസ്ഥ കുറച്ചും കൂടി ശാന്തമായിരിക്കുമെങ്കിൽ അമാവാസിയിൽ പൊതുവെ ദഹന വ്യവസ്ഥ കുറച്ചും കൂടി അപകടത്തിലായിരിക്കും. അപ്പൊ ഈ 2 ദിവസവും സാധാരണ പോലെയുള്ള ആഹാരത്തിൽ കൂടിയതൊന്നും കഴിക്കരുത്. അഥവാ നിങ്ങൾക്ക് സ്പെഷ്യലി കഴിക്കണമെങ്കിൽ പൗർണമി ആയിരിക്കണം അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതും ഇടിച്ചു പിഴിഞ്ഞ പായസം പോലെയുള്ളതോ പാല് ചേർത്ത ആഹാരം പോലെയുള്ളതോ ഒക്കെ ശരീരത്തെ തണുപ്പിക്കുന്നതും തർപ്പണം ചെയ്യുക എന്ന് പറയും. ഇങ്ങനെ നമ്മളെ കുതിർന്നു വീർക്കുക എന്നൊക്കെ എൻ്റെ അമ്മ പറയാ. അങ്ങനെ കുതിർന്നു വീർക്കുന്നതുമായിട്ടുള്ള അത്ര പോഷകം നിറഞ്ഞതും എന്നാൽ തണുപ്പ് കൊടുത്തുകൊണ്ട് പോഷിപ്പിക്കുന്നതും. കാരണം എന്നാ, ഈ മാംസരസങ്ങളൊക്കെ പോഷണം തരുന്നതാ, പക്ഷെ തണുപ്പ് കൊടുത്തുകൊണ്ടല്ല പോഷിപ്പിക്കുന്നത്. അപ്പൊ ആട്ടിൻ ബ്രാത്തൊന്നും പൗർണമി നോക്കി കഴിക്കാൻ നിൽക്കണ്ട. അത് പ്രത്യേകിച്ച് വല്ല വൈദ്യന്മാരും പറഞ്ഞെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. നിങ്ങളൊരു ഇടിച്ചു പിഴിഞ്ഞ പായസം, തേങ്ങാപ്പാൽ ഇടിച്ചു പിഴിഞ്ഞൊരു പായസം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പാൽ പായസം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കൂടുതൽ കുടിക്കുക, ഇതൊക്കെ പൗർണമി ചെയ്യാം. പക്ഷെ അമാവാസിയില് കഴിവതും ലഘുവായിട്ടുള്ള ആഹാരം കഴിച്ച് അത് വ്രതം എന്നൊന്നും വിചാരിക്കേണ്ടെന്നേ. അങ്ങനെ ഈ പക്ഷങ്ങൾ അറിയണം. ഇപ്പൊ കൃഷ്ണപക്ഷമാണോ ശുക്ലപക്ഷമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടെ നമ്മളിവിടെ എത്ര പേരുണ്ട്? നമ്മളിൽ എത്ര പേര് പറയും എന്റെ ഡോക്ടറെ പക്ഷം ആരുടെയും പക്ഷം പിടിക്കുമ്പോ ഞങ്ങളില്ല കേട്ടോ എന്ന് പറയും. മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലകത്തിലെ നായികമാരെ ഓർമ്മയില്ലേ? അതുപോലെ നമുക്കറിയേയില്ല ഈ ചോദിക്കുന്നത് എന്താ, നമ്മൾ പറയുന്ന മറുപടി എന്താ, ഒരു ചുക്കം നമുക്കറിയാം. അങ്ങനത്തെ ആൾക്കാരായി. അപ്പൊ ഇത് കാലഗണന, അത് ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവനവന്റെ ദിനചര്യകൾ കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അന്നത്തെ പഞ്ചാംഗം വായിക്കണം. ഇന്നത്തെ തീയതി എന്ത്, ദിവസം എന്ത്, കലിവർഷം ഇതേതാണ്, കലിദിനം എന്നാണ്, കലിദിനം ഇന്നും കൂടി ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ലോകത്തെ നിലനിർത്താൻ ഭാരതത്തിന്റെ ബുദ്ധി ആവശ്യമായി വരുന്നതെന്ന് ചോദിച്ചാൽ, കലിയുഗം അവസാനിക്കാൻ ഇനി കിടക്കുക ഇങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, ഇപ്പോഴെങ്ങും ഇത് തീരെ. അപ്പൊ പിന്നെ ലോകം നിലനിർത്തിയല്ലേ പറ്റുള്ളൂ. സംഗതി ഇത് കൽക്കി വരണ്ടേ. അതിനു മുമ്പ് ഇതെല്ലാം കൂടെ മതി, ഞാൻ കളി തോറ്റു, അതുകൊണ്ട് ഇതെല്ലാം മായ്ച്ചു കളഞ്ഞേരെന്നും പറഞ്ഞിട്ട് പണ്ട് അക്കൊക്കെ കളിക്കുമ്പോ കളം മായ്ക്കുന്നല്ല മായ്ച്ചു പോകാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റിയല്ല. ഇതിങ്ങനെ ഭൂമി, ഇവിടുത്തെ ലോകം, ഇതൊക്കെ നിലനിൽക്കണം. അപ്പൊ ഇതിന് ആര് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം വേണം ആര് വേണം? വേറെ ഒരുത്തന്മാര് വിചാരിച്ചാൽ നടക്കല. ഇവന്മാരൊക്കെ കളിച്ച് സുല്ലിട്ടു. ആര്? മറ്റേ മെഡിക്കൽ സയൻസുകാര്. അത് ആയുർവേദക്കാരെ കൊണ്ടേ പറ്റും. അതുകൊണ്ട് ആരോഗ്യം നിലനിർത്താൻ ആയുർവേദക്കാരെ കൊണ്ടേ പറ്റുള്ളൂ. ഇപ്പൊ ഹൃദയം മാറ്റിവെക്കാനൊക്കെ വേറെ ആൾക്കാരെ കൊണ്ട് പറ്റുമായിരിക്കും. നമ്മൾക്ക്, എനിക്ക് എന്റെ പൊന്നു ചേച്ചിമാരെ, നേരെ ഒരു മുറി ഉണ്ടാക്കാൻ അറിയാമല്ല, പിന്നെ അല്ലേ ഹൃദയം എടുത്തോണ്ട് വരുന്നു. എനിക്കറിയാൻ മേലാത്ത കാര്യം അറിയാൻ മേലെന്ന് ഞാൻ പറയും. എനിക്കറിയാൻ മേല. ഒരു കുത്തിക്കെട്ടാ എനിക്കറിയാൻ മേല. ഞങ്ങളെ ഇതാരും പഠിപ്പിച്ചിട്ടില്ല. സത്യത്തിൽ ഇതൊക്കെ സുശ്രുതനാ കണ്ടുപിടിച്ചെന്നൊക്കെ എല്ലാരും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. പക്ഷെ ഈ സുശ്രുതന്റെ ഫോളോവേഴ്സ് ആയിട്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് വിറയ്ക്കാതെ ഒരു കത്തി എടുക്കാൻ അറിയാൻ മേല. ശരിക്കും പറഞ്ഞാൽ കൂട്ടാൻ അറിയാൻ പോലും പേടിയാ. അത്ര പോലും ശസ്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സ്കില്ല് ഇല്ലാതെയാണ് ആയുർവേദ ഗ്രാജുവേറ്റ്സ് പുറത്തിറങ്ങുന്നത്. ഇവിടെ ഏതേലും ആയുർവേദക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ചങ്കത്ത് കൈവച്ചോണ്ട് ശരിയാ ഡോക്ടറെ എന്ന് ഒളിച്ചിരുന്ന് പറയുന്നുണ്ടാവും. ഞാൻ വെറുതെ പറയുന്നല്ല, സത്യം പറയുന്ന. ഞങ്ങൾ ഇതാരും പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിന് അവസരമില്ല. ഹൃദയമൊക്കെ കീറി മുറിച്ച് ഒരു പെട്ടിക്കകത്താക്കി വിമാനത്തെ കയറി, കാറെ കയറി, ആംബുലൻസെ കയറി, അപ്പുറത്തൂടെ ഓടിയോ എല്ലാ ചാനലിലും കാണിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരും. സംഗതി ഇത് നമുക്കും വേണമെങ്കിൽ പഠിക്കാറുന്നല്ലോ എന്നാലോചിക്കാം. പക്ഷെ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ആരോഗ്യം നിലനിർത്താൻ ആയുർവേദത്തിൽ സൂത്രങ്ങളുണ്ട്. ഇതുപോലെ സിമ്പിൾ സൂത്രങ്ങളാണ്. എണ്ണ വെച്ച് കുളിക്കേണ്ട ദിവസങ്ങൾ, കുളിക്കരുതാത്ത ദിവസങ്ങൾ. നോക്കൂ, ചൊവ്വയും വെള്ളിയും സ്ത്രീകളോട് എണ്ണ വെച്ച് കുളിക്കാൻ പറയും. അയ്യോ, എന്റെ വീട്ടില് ബുധനാഴ്ച ശനിയാഴ്ച ഒക്കെ എങ്ങാനും എണ്ണ വെച്ചു എന്ന് തോന്നിയാൽ അന്നേരം ഡോക്ടറെ ചിത്തിയുണ്ട്. അവര് പറയാം, അയ്യോ നീ എന്താ ചെയ്തത്, ഉള്ള ഐശ്വര്യം പോകും, ഇന്നല്ല ഇന്നലെയായിരുന്നു നാളെയാണ്, ഇങ്ങനെ പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും, എന്താണ് ഇവരിങ്ങനെ പറയുന്നത്? കാരണം അവർ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പഠിക്കുന്ന വലിയ അപകടമാണെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനും ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട്. ഓരോ ദിവസവും ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറും. ഓരോ ദിവസവും മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡറിൽ ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ ഇൻഫ്ലുവൻസ് മാറും. ഇത് സത്യമാണ് കൂട്ടുകാരെ. അതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ഗുണമുണ്ട്.
എന്താ സംശയം? പണ്ടൊക്കെ ബാർബർ ഷോപ്പുകാര് ചൊവ്വാഴ്ച മുടി വെട്ടുകയല്ല. അപ്പോൾ നമ്മൾ പറയും ബാർബർ ഷോപ്പുകാരുടെ അസോസിയേഷൻകാർ തന്നെ പൊതുവായിട്ട് ഞായറാഴ്ച അവധിയാക്കി. ഈയിടെ കണ്ടോ, കുറച്ചു കാലമായി തോന്നുന്നു. ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടി ആണുങ്ങളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ബ്യൂട്ടി പാർലറിലല്ലേ പോകുന്നത്, അതുകൊണ്ട് അതെനിക്കറിയാൻ മേല. ഈ ബാർബർ ഷോപ്പുകാര് ഞായറാഴ്ച മുടി വെട്ടാത്ത പരിപാടി തുടങ്ങി. പക്ഷെ ശരിക്കും എന്തുകൊണ്ടാണെന്നറിയോ ഈ ചൊവ്വാഴ്ച അവധി കൊടുത്തിരുന്നത്? നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ചൊവ്വാഴ്ച ശസ്ത്രങ്ങളുടെ അധിദേവതയുടെ ദിവസമാണ്. അന്ന് ശസ്ത്രങ്ങളെ ബഹുമാനത്തോടെ പൂജിക്കുക എന്നൊരു സമ്പ്രദായം അനാദികാലം മുതൽ, അഥവാ സ്മൃതികളുടെ കാലം മുതൽ ഉണ്ടായിരുന്നു. സ്മൃതി, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി മുതലായിട്ട് ചിട്ടകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ടുള്ള സ്മൃതികളുടെ കാലം. സർജൻസ് സർജറി ചെയ്യല പൊതുവെ ചൊവ്വാഴ്ച. ഇനി നിങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് വേറൊരു തമാശ രഹസ്യം കൂടെ പറഞ്ഞുതരാം. തമാശയാണ്, പക്ഷെ രഹസ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർജറി ഡെവലപ്പ് ചെയ്തിരുന്ന കാലത്ത് യൂറോപ്പില് സവർണരായിരുന്ന ഡോക്ടർമാരാരും സർജറി ചെയ്യലായിരുന്നു. യൂറോപ്പില് സവർണരും അവർണരും ഉണ്ട്. പോളണ്ടി വരെ ഉണ്ട്. അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. പോളണ്ടില്, റഷ്യയിലും വരെ സവർണരും അവർണരും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ സവർണരായിട്ടുള്ള വൈദ്യന്മാരൊന്നും സർജറി ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവിടെയൊക്കെ ആദ്യ കാലത്ത് സർജറി ഡെവലപ്പ് ചെയ്ത് വന്നിരുന്ന കാലത്ത് ഇത് ചെയ്യാൻ തയ്യാറായി കൈ വിറയ്ക്കാതെ മുന്നോട്ട് വന്ന ബാർബർമാരായിരുന്നു അത്ര. ഫസ്റ്റ് സർജൻസ് വെയർ ബാർബേഴ്സ്. കാരണം അവരുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ അത്ര ഫൈൻ സ്കില്ലാണ്. അപ്പൊ അവരാ കൈ വിറയ്ക്കാതെ, ഒരു അനാവശ്യമായ ഒരു മുറിവ് പോലും ഉണ്ടാക്കാതെ ശസ്ത്രം ഉപയോഗിക്കാനുള്ള അവരുടെ ആ സ്കില്ലിനെ, തനതായ സ്കില്ലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സർജറി ഡെവലപ്പ് ചെയ്തത് അത്ര. ഈ തമാശയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പക്ഷെ ഇത് രഹസ്യമാണ്. ഇത് സർജറി ടെക്സ്റ്റ് ബുക്കുകളുടെ ഫസ്റ്റ് പേജ്, പുസ്തകത്തിലുള്ള, ഞാൻ പുസ്തകത്തിലില്ലാത്ത ഒന്നും പറയുന്നില്ല, പുസ്തകത്തിലുള്ളത്. അപ്പൊ എന്താ, ചൊവ്വാഴ്ച മുടി വെട്ടാതിരുന്നിരുന്ന ബാർബർമാരുടെ കാലം പോയി. ഇപ്പം ഞായറാഴ്ച മുടി വെട്ടാതിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം അവന്മാർക്ക് അറിയാൻ മേല ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അവരുടെ ശസ്ത്രത്തിന്റെ അധിദേവതയുടെ ദിവസമായത് കാരണം ശസ്ത്രത്തിന്റെ അധിപനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദിവസം ഇവർ ആയുധം എടുക്കാത്തത് എന്ന്. ഈ അറിവ് കിട്ടാൻ എത്ര നേരം വേണം? ഇതുപോലെ 1.5 മിനിറ്റ് മതി. ഈ 1.5 മിനിറ്റ് അപ്പൻ ബാർബർ മകൻ ബാർബറോട് ഇത് പറഞ്ഞു കൊടുക്കാതിരുന്ന തന്നെ ഈ കഴിഞ്ഞ 70 വർഷത്തിനിടയ്ക്ക്. കാരണം കേരളത്തിലെ വിപ്ലവം. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലുള്ള അറിവ്, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, ഒരു പരീക്ഷയും വേണ്ട, ഒരു പ്രശ്നവും ഇല്ല, ഒരു എൻട്രൻസും ഇല്ല, ഒന്നുമില്ല. നീ എൻട്രൻസ് പാസ്സായില്ല, അതുകൊണ്ട് വീട്ടിൽ കയറാൻ പറ്റില്ല, നാളെ മുതൽ നിന്നോട് എങ്ങനെയാ കുളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരികയെന്ന് 2.5 വയസ്സുള്ള നമ്മുടെ കൊച്ചിനോട് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ അവനെ 50 ദിവസം അടുപ്പിച്ച് കുളിപ്പിച്ച്, സോപ്പ് ഇവിടെ ഇങ്ങനെ തേക്ക, വെള്ളം ഇവിടെ ഇങ്ങനെ ഒഴിക്കാന്ന് പറഞ്ഞ് പിന്നെ അവനെ പഠിപ്പിക്കും. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അറിവിന് ഒരു എൻട്രൻസും വേണ്ട, എക്സിറ്റും വേണ്ട, ഒരു ഫീസും വേണ്ട, ഒരു ഡ്യൂറേഷനും ഇല്ല, സൗകര്യമായിട്ട് പഠിക്കാം. അങ്ങനെ തലമുറ കൈമാറി വരേണ്ട സൂത്രമായിരുന്നു വ്രതങ്ങളുടെ ആചാരനിഷ്ഠ. പക്ഷെ നമ്മൾ എന്ത് പറ്റി? വിപ്ലവം. ഇതുകൊണ്ട് എന്റെ അമ്മയുടെയൊക്കെ ജനറേഷനാണ് വിപ്ലവത്തിൽ കത്തി നിന്നത്. പക്ഷെ ഒരു നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മായിയമ്മ, പുള്ളിക്കാരത്തിക്ക് എല്ലാ വ്രതവും അറിയാം. കാരണം അമ്മൂമ്മ ഇതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ വ്രതങ്ങള് എന്റെയൊക്കെ പ്രായത്തിൽ ഒരു 18 വയസ്സ്, ഞാൻ സത്യം പറയണ, ഋതുമതി ആകുമ്പോൾ മുതൽ പെൺകുട്ടികൾ വ്രതം നോക്കാൻ തുടങ്ങണം. ബിക്കോസ് ഋതുമതി ആകുക എന്ന് പറയുന്നത് അവളുടെ ധാതുപുഷ്ടി പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നതിന്റെ ലാസ്റ്റ് ഫേസ് ഓഫ് ഹെർ ധാതുപുഷ്ടി ഇങ്ങോട്ട് തികഞ്ഞു വരുന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ മുതൽ ആ കുട്ടിക്ക് ചിട്ടകളെല്ലാം കൊടുക്കാം, അതുവരെ വേണ്ട. എന്നിട്ട് ഞാനൊരു സ്ത്രീപക്ഷവാദിയാണെന്ന് ആണുങ്ങൾക്ക് തോന്നരുത്. ആണുങ്ങൾക്ക് സ്വരമൊക്കെ മാറി വരുമല്ലോ, കുഞ്ഞായിട്ട് മീശ, താടി, ഇല്ലെ കക്ഷത്തിലെ രോമം ഇങ്ങനെയൊക്കെ വരുമല്ലോ. ആ പ്രായം മുതല് അവന്മാരെയും, ഇല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ആചാരങ്ങൾ അനുസരിച്ചാണ് ഉപനയനം മുതല് ഇവരെയും വ്രതങ്ങൾക്കൊക്കെ ശീലിപ്പിക്കാം. ആദ്യം ഇതുപോലെ മാസത്തിൽ ഒരു വ്രതമൊക്കെ ശീലിപ്പിച്ചാൽ മതി. അല്ല കസ്തൂർബ ഗാന്ധി ചെയ്ത പോലെ എല്ലാ വ്രതവും. അവസാനം കസ്തൂർബ ഗാന്ധി എങ്ങനെയാ മരിച്ചതെന്നറിയാവോ? ഇതൊക്കെ എന്നെ കൊണ്ട് മേലെ, ഞാൻ മടുത്തു. അല്ല, നിങ്ങളെ കൊണ്ട് മേലെ, നിങ്ങൾ ഇതിൽ കുറച്ചൊക്കെ പഠിച്ചിട്ട് വരണ്ടേ കഥയൊക്കെ. കസ്തൂർബ ഗാന്ധി ക്ഷയം വന്നാണ് മരിച്ചത്. എന്താ കാര്യം? അവര് വ്രതം നോറ്റിരുന്നത് ആചാരവും വിശ്വാസവും കൊണ്ട് മാത്രമല്ല, ദാരിദ്ര്യം കൊണ്ട് കൂടിയായിരുന്നു.
5-6 മക്കളുണ്ടേ. ഗാന്ധിജി ഇങ്ങോട്ട് പോരല്ലേ, കടലിലെ വെള്ളം വറ്റിച്ചു ഉപ്പുണ്ടാക്കണം, വടി കുത്തിപ്പിടിച്ച് നടക്കണം, പിന്നെ കേരളത്തിൽ വന്ന സ്ത്രീകളോട് ആഭരണമൊക്കെ ഊരി വാങ്ങണം. എന്റെ അമ്മായിയമ്മയുടെ അമ്മായിയമ്മ അവര് ആഭരണമൊക്കെ കൊടുത്തതാ. എന്റെ അമ്മയുടെ അമ്മായിയമ്മ, അതായത് എന്റെ അമ്മൂമ്മ, ഇഷ്ടം പോലെ കയ്യിലും കാലിലും ഉള്ള എല്ലാം ഗാന്ധി ചോദിച്ചു. വൈക്കത്ത് വന്നപ്പോഴേ ഗാന്ധി ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒക്കെ കൊടുത്തു. ഗാന്ധി ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ കൊടുത്ത ആൾക്കാരെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഇതിന് ഗാന്ധിക്ക് ഇങ്ങനെ പല പരിപാടിയുണ്ട്. അപ്പൊ കസ്തൂർബ ഗാന്ധിയെ മക്കളെ നോക്കാൻ എപ്പോഴും ഇടം നേരം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ സംഗതിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനുള്ള സൗകര്യം ഉണ്ടായില്ലേ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാ കടപ്പാടും മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, കസ്തൂർബ ഗാന്ധി വ്രതം നോക്കിയതുപോലെ അല്ല അമ്മമാര് വ്രതം. നമുക്കിഷ്ടം പോലെ സ്വത്ത് വേണം, അതിനുള്ള വക ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചുണ്ടാക്കിക്കണം. എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ള അഗസ്ത്യ മഹർഷിയുടെ ഭാര്യയുടെ നയമാണ്. അഗസ്ത്യ മഹർഷിയുടെ ഭാര്യയുടെ പേരെന്നാ? ലോപാമുദ്ര. കണ്ട ലോപാമുദ്ര. സപ്തർഷികളൊക്കെ ഇതുപോലെ വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിയവരും വ്രതങ്ങൾ നോക്കി ഇതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങൾ തിരുത്തിയവരുമാണ്. അപ്പൊ അവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഭാര്യമാരെ ഇങ്ങനെ വ്രതമൊക്കെ നോക്കി അങ്ങോട്ട് കർഷിപ്പിക്കാന്ന് പറഞ്ഞാൽ മെലിയിക്കുക. അങ്ങനെ എവിടെയെങ്കിലും കിടന്നോട്ടെ, അങ്ങനെയല്ല. കണ്ടാ നല്ല അപ്സരസുകൾ തോറ്റു പോകുന്ന പോലെയാ സപ്തർഷികളുടെ ഭാര്യമാര്. അതുകൊണ്ടാണല്ലോ അഹല്യയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ, ഓർമ്മയില്ലേ? ഞാനിതെല്ലാം പറയണോ? അതിനാ ഞാൻ മറ്റേ മ്യൂസിക് ഇട്ടത്, വന്നത് ഓർമ്മയില്ലേ? അപ്പം എന്ന് പറഞ്ഞാല് മഹർഷിമാരുടെയൊക്കെ ഭാര്യമാര് നല്ല എണ്ണം പറഞ്ഞ ഹീറോയിൻസിനെ പോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ഭാര്യ ലോപാമുദ്രയോട് അഗസ്ത്യ മഹർഷി കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു വരം ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. കൈകേയി ചോദിച്ചു പോലെ പിന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ അവരത് സൂക്ഷിച്ചു വെച്ചില്ല, അപ്പ തന്നെ ചോദിച്ചു. ബുദ്ധിയുണ്ടേ. അതുകൊണ്ട് അവർ ചോദിച്ച വരം എന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് ഞാൻ പറയാം. അത് പറഞ്ഞാലാണ് ഈ ചിട്ട ഒന്ന് ശരിയാവുന്നത്. ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ ധാരാളം മക്കളും കൊച്ചുമക്കളും ഒരുമിച്ചിരുന്ന് സ്വർണത്തളികയിൽ ആഹാരം സ്വർണക്കരണ്ടി കൊണ്ട് എടുത്ത് കഴിക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ച് ജീവിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണം. എന്റെ പൊന്നെ, ഇവരുടെ 10-1 ബുദ്ധിയുണ്ട് ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കെങ്കിലും ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്തെ ആണുങ്ങള് പമ്പരം പോലെ കറങ്ങി കാശുണ്ടാക്കും. ഇല്ലെങ്കിൽ എങ്ങനെ സാധിക്കും? വരം ചോദിച്ചോളാൻ പറഞ്ഞു. വരം ചോദിച്ച ചോദ്യം കേട്ടോ, ഞാനും എന്റെ ഭർത്താവ്, ആരാ ഈ വരം കൊടുക്കാനിരിക്കുന്ന ആള്? അഗസ്ത്യൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ധാരാളം മക്കളും കൊച്ചുമക്കളും, ചുമ്മാതെ ഒന്നും ഉണ്ടാപ്പോരാ, നല്ല സൗകര്യത്തില് സ്വർണപാത്രം, സ്വർണ സ്പൂൺ, ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ആനന്ദിക്കുന്നത് അനുഭവിക്കാനുള്ള യോഗം അമ്മൂമ്മയായിട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞ എത്ര കാലത്തെ ദാമ്പത്യം, അതിൽ എത്രയെത്ര പൂക്കളും കായ്കളും, അതിനെത്രയെത്ര പൂക്കളും കായ്കളും. യുവന്മാരെല്ലാം പട്ടിണി കിടക്കാണോ? അല്ല. എന്നിട്ട് സ്വർണ്ണ പാത്രത്തിൽ നല്ല വിഭവ സമൃദ്ധമായിട്ട് എന്തെല്ലാം അഗസ്ത്യൻ ഉണ്ടാക്കിയാൽ ആ സംഗതി ശരിയാകുന്നത്. അപ്പൊ ഇത് കൂട്ട് സ്ത്രീകളാണ് പണ്ട് മുതലേ ഉള്ളത്. നമ്മളും അങ്ങനെ ആകണം. ആകുമ്പോ ഇങ്ങനെ 70, 80, 90, 100 തികയ്ക്കുമ്പോഴത്തേക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ കൊച്ചുമക്കൾ ഉണ്ണുകയല്ലേ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇല്ല എന്നാടാ നീ വിളിച്ചോ എന്ന് ചോദിച്ച് കട്ടിലെങ്ങാനും കിടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല. നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡീടോക്സിഫിക്കേഷൻ എന്ന് ഞങ്ങൾ ഇപ്പൊ പറയും. ശരീരത്തെ ശുദ്ധി ചെയ്യുക. 5 വിധത്തിൽ നമുക്ക് ശുദ്ധി ചെയ്യാം. ഛർദിപ്പിച്ച്, വയറിളക്കി, വസ്തി ചെയ്ത്, ഇല്ലെങ്കിൽ അശുദ്ധ രക്തം പുറത്ത് കളഞ്ഞ്, മൂക്കിക്കൂടെ മരുന്നൊഴിച്ച്, ഇങ്ങനെയൊക്കെ ശുദ്ധി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിതത്തിൽ തെറ്റാത്ത ചിട്ടയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ആചാരങ്ങൾ ശീലിച്ചാൽ ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെ ഒക്കെ സ്ക്രീൻ റിഫ്രഷ് ചെയ്യലേ, അതുപോലെ ബോഡി അങ്ങോട്ട് റിഫ്രഷ്ഡ് ആകും. അതിപ്പോ നിങ്ങൾ ഏകാദശി ആയിട്ടോ ശിവരാത്രി ആയിട്ടോ അതുമല്ലെങ്കിൽ തിരുവാതിര വരുന്നു തിരുവാതിരയായിട്ടോ എന്തായിട്ടാണെങ്കിലും വിരോധമില്ല. അവനവന്റെ ആരോഗ്യം പൊതുവേ ഉള്ളത്, അവനവന്റെ സാഹചര്യം കുടുംബത്തിലും ജോലി ചെയ്യുന്നിടത്തും, അവനവന്റെ ആവശ്യം ഇതിനനുസരിച്ച് ക്രമീകരിച്ചോണ്ടാ മതി. അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ സാരമില്ലെന്നേ,
ഗോതമ്പിൻ്റെതാണെ കഴിക്കാം, അല്ലെ 2 ഏത്തപ്പഴം തിന്നാം എന്നൊക്കെ വെക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇട്ടുകൊണ്ട് തന്നെയാണ് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാത്ത വ്രതം ബ്രഹ്മചാരിക്കുള്ളതാണ്. അതല്ലാത്ത വ്രതം നൈഷ്ഠിക ബ്രഹ്മചാരിക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. അപ്പൊ അവരതങ്ങനെ ഒറ്റക്കാല് നിന്നോ പെരുവിരല് മാത്രം നിലത്ത് കുത്തിയോ ചിലപ്പോ ശീർഷാസനത്തിൽ നിന്നോ ശ്വാസം പോലും പിടിക്കാതെയോ ഒക്കെ പലതും ചെയ്യുന്നുണ്ടാവും. അതൊന്നും കണ്ടോണ്ട് എൻ്റെ പൊന്നമ്മമാരെ നമ്മൾ എടുത്ത് ചാടിയേക്കരുത്, സംഗതി അപകടത്തിലാണ്. അത് അവരുടെ ചിട്ട, അവരുടെ ശരീരം അതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞു. നോക്കൂ, രേതസിന്റെ ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താത്ത ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ലോകത്തെല്ലാം കീഴടക്കാൻ സാധിക്കും. അവരുമായിട്ടൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോയാലുണ്ടല്ലോ ക്ഷയം പിടിച്ച് മരിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനൊന്നും പോയിക്കളയരുത്. ലൗകിക ജീവി കുടുംബസ്ഥനായിട്ടിരിക്കുന്നവൻ, ഗൃഹസ്ഥനായിട്ടിരിക്കുന്നവൻ അനുഷ്ഠിക്കുമ്പോ ഇതിനൊക്കെ ഇളവുകളുണ്ട്. ആ ഇളവുകളോട് കൂടി വിശക്കുന്നുണ്ടോന്ന് ശ്രദ്ധിച്ച് ആ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് പോലെ വ്രതങ്ങൾ ചിട്ടപ്പെടുത്തണം. അസിഡിറ്റി ഉള്ള ഒരാൾ ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതെ ഇരിക്കുക, അങ്ങനെ 12 മാസത്തിൽ ഓരോ ദിവസം ഇത് ഇരിക്കാമെങ്കിൽ 13ാമത്തെ മാസം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് വിൽ സ്റ്റാർട്ട് എ റെക്കറന്റ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ഹിസ് OP. എന്താ? അൾസർ ആയിട്ടുണ്ടാവും. ഒരു കാരണവശാലും ഇത് കൂട്ടൊന്നും കോപ്രായങ്ങൾക്ക് പോകരുത്. അവനവന്റെ ആരോഗ്യത്തിന്റെ ബലം അറിഞ്ഞ് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിക്കോണം. നല്ല ആഹാരം കഴിച്ച് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിക്കോണം. വേണ്ട സമയത്ത് കഴിച്ച് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിക്കോണം. എപ്പോഴും ശരീര സംരക്ഷണം എന്ന് പറയുമ്പം മനസ്സിനെയും കൂടെ കൂട്ടിക്കോണം. മനസ്സ് ശരീരം തന്നെയാണ്, സൂക്ഷ്മ ശരീരം. അപ്പൊ ഈ ഏകാദശിയൊക്കെ ഇരിക്കുമ്പം നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയേക്കാം, നാരായണീയം ജപിച്ചങ്ങ് തീർത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകും. ഇല്ല ജ്ഞാനപ്പാന പാടിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും. എന്നിട്ട് ഇത് പാടുന്നതിന്റെ ഇടയിൽ മുമ്പിലിരിക്കുന്ന ആളുടെ സെറ്റിന്റെ കര എങ്ങനെയാണുള്ളത് എന്നടിക്ക് നമ്മള് നാരായണീയം വായിക്കുക. ഇല്ല പുറകെ ഇരിക്കുന്ന ആള് ഡൈ തേച്ചിട്ടുണ്ടോ എന്നടിക്ക്. കാളിയമർദ്ദനമൊക്കെ പാടുമ്പോഴാണെങ്കിലേ അതിങ്ങനെ അതിന്റെ ആ ഒരു വൃത്തം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തുള്ളി തുള്ളി എല്ലായിടത്തും ഒരു റൗണ്ട് നോട്ടൊക്കെ എത്തി ഇങ്ങ് വരാനുള്ള സമയമുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഭഗവാൻ കാളിയനെയൊക്കെ മർദ്ദിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈഗോ, നമ്മുടെ കമ്പാരിസൺ, നമ്മുടെ അസൂയ, നമ്മുടെ രാഗാദി രോഗങ്ങളെല്ലാം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കും. ശരീരത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക, മനസ്സ് ഏറ്റവും ഇംപ്യൂർ ആകുക. നോക്കൂ, ഇഫ് യു ഡിസയർ, നിങ്ങൾക്ക് ആശയുണ്ട് ഒരു ഗ്രൂപ്പിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവർ സമാന മനസ്കരാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ എറണാകുളത്ത് ബോംബിട്ടപ്പോ ചത്തുപോയ പോലെ 2500 പേര് ചേർന്നു ഏതോ ഒരു വിവരം കെട്ടവൻ അവിടെ കൊണ്ടുവന്ന് ബോംബിട്ടു, ആർക്കോ അവരവരുടെ കുട്ടികളെ നഷ്ടപ്പെട്ടു, വീട്ടുകാരെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഗ്യാതറിങ് അല്ല ഒരിക്കലും നമ്മുടെ വ്രതം. ഒറ്റയ്ക്കിരുന്ന് വ്രതം നോക്കാം, ഒരു കുഴപ്പമില്ല. കുടുംബത്തിലുള്ളവർ ചേർന്ന് വ്രതം നോക്കാം, ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ കൂടി വ്രതം നോക്കാം, പക്ഷെ സമാന മനസ്കരായിരിക്കണം. ഈ മനസ്സുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. എന്നാലേ ഉള്ളൂ സൂക്ഷ്മ ശരീരമായിട്ടുള്ള മനസ്സിന് ആ വ്രതം കൊണ്ടുള്ള ശുദ്ധി കിട്ടും. എന്തെങ്കിലും പറയണ്ട ആദ്യമേ അങ്ങ് പറയണം, കേട്ടോ തന്റെ സാരി കൊള്ളാം, കൊള്ളുകയില്ല, പൊട്ടു തൊട്ടത് ശരിയായില്ല, വാട്ട് എവർ യു വാണ്ട് ടു ടെൽ അതെല്ലാം ആദ്യമേ അങ്ങ് തുറന്ന് പറയണം. അല്ലാതെ കുനു 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 എന്ന് വെച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സ് കേടാകും. എന്നിട്ട് അങ്ങനെ പറയാൻ എല്ലാവരോടും ഇത് ആദ്യമേ പറയണം. നമുക്ക് പരസ്പരം കമന്റ് ചെയ്യണമെങ്കിൽ അത് ആദ്യമേ പറയണം. അങ്ങനെ പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചേച്ച് നാമം ജപിച്ച് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകണം എന്ന് പറയാം. പെണ്ണുങ്ങളല്ലേ എന്റെ പൊന്നെ, ഞാൻ പറയട്ടെ, എനിക്ക് വലിയ ഇഷ്ടമാണ് ആൾക്കാരുടെ ഡ്രസ്സും പൊട്ടും വേഷവും ആഭരണം ഒക്കെ നോക്കാൻ. അതൊക്കെ ഇഷ്ടമില്ല പിന്നെ എന്നാ ജീവിതമാണ്. ചിലതൊക്കെ കാണുമ്പോൾ തോന്നും, ചിലക്ക് ഓന്ന് തോന്നും. ഇതൊക്കെ വളരെ സഹജമായ പ്രശ്നങ്ങളാണ്. പക്ഷേ വ്രതം ഇരിക്കുമ്പം ശുദ്ധി വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും കൂടെ വിടുതൽ കിട്ടണം. എന്റേത് അത്ര ആയില്ല, അവളുടേത് ഇതിൽ കൂടുതലായി, നത്തിങ് ഡൂയിങ്, ഇതൊന്നും വിഷയമേ അല്ല നമുക്ക് ആ ഒരു ദിവസത്തേക്ക്. എന്നാലേ ഉള്ളൂ ശുദ്ധിയാവുള്ളൂ. അങ്ങനെ സൂക്ഷ്മ ശരീരത്തിന്റെ സ്ഥൂല ശരീരത്തിന്റെയും ശുദ്ധിയും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്രതം നോക്കി. ഒരു വ്രതത്തിന്റെയും ആചാരം പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഏകാദശിയാണെങ്കിൽ ഇന്ന മണിക്കൂറിൽ ഇന്ന മുഹൂർത്തത്തിൽ എണീക്കണം, ഇന്ന വശത്തേക്ക് തിരിഞ്ഞെന്ന് തട്ടുകൊടുക്കണം, ഇന്ന വശത്തേക്ക് തിരിഞ്ഞെന്ന് കുളിക്കണം, തലയിൽ എണ്ണ വെക്കരുത്, നത്തിങ്, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ കഴിവതും വ്രതമുള്ള ദിവസങ്ങളിൽ തേച്ചുകുളി പാടില്ല. തേച്ചു കുളിച്ചാൽ എന്താ,
വിശപ്പിങ്ങോട്ട് ആളും. ആ പ്രസവിച്ചിട്ട് പ്രസവരക്ഷ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഒരു 3 മണിക്കൂർ അങ്ങോട്ട് കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു കിണ്ണം ചോറിങ്ങനെ നിറഞ്ഞു. ഞാൻ എന്റെ അനുഭവം പറയുന്നത്, ഇങ്ങോട്ട് വാരി വാരിയ കഴിക്കും. അല്ലേ? ആ കഴിക്കും. തേച്ചുകുളിയുടെ ഗുണമാണ്. അപ്പൊ തേച്ചു കുളിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും. വ്രത ദിവസങ്ങളിൽ കുളിയേ പറഞ്ഞിട്ടുള്ളൂ. തലക്കൂടെ വെള്ളം ഒഴിക്കുക, മേലൊക്കെ വൃത്തിയാക്കുക, കുളി, അത്രയേ ഉള്ളൂ. അല്ല തേച്ചു കുളിയില്ല. പിറ്റേ ദിവസം പാരണ വീടി കഴിഞ്ഞ അതിന്റെ പിറ്റേ ദിവസമാണ് തേച്ചുകുളി. തേച്ചു കുളിച്ചോണം, ഒരു കുഴപ്പമില്ല. അങ്ങനെ. അപ്പൊ ഇതുപോലെ ബേസിക് ഐഡിയയെ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന മണിക്കൂറിൽ ഇന്ന ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആളല്ല, ഞാൻ പറയുന്നില്ല. ഇന്ന ഭഗവാനെ തൊഴണം, ഇന്ന മൂലമന്ത്രം ജപിക്കണം, ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ എനിക്ക് അറിയാമെങ്കിലും അത് പറയേണ്ട അധികാരി ഞാനല്ല. എനിക്ക് എന്റേതായ ചില ചിട്ടകളുണ്ട്. അത് പക്ഷെ പോപ്പുലറൈസ് ചെയ്യാനും മാത്രം ആധികാരികമായി എനിക്കറിയില്ല. പക്ഷെ ആയുർവേദത്തിൽ പറഞ്ഞ ഇത്രയും നേരം ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പുസ്തകത്തിലുള്ളതാണ്. ഏത് MLA-മാര് ആരോഗ്യത്തെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്നുള്ളത് ഉൾപ്പെടെ ചരകസംഹിതയിലുള്ളതാണ്. ഞാൻ പുറത്തുനിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് അതിനുള്ള അറിവില്ല. പുസ്തകത്തിലുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുസ്തകത്തിലില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വേണ്ടതുപോലെ നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഇത് മനസ്സിലാകുന്നവരോട് മാത്രം നിങ്ങൾക്ക് പങ്കുവെക്കാം. അല്ലാത്തവരോട് ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടേ ഞാൻ വ്രതം നോക്കുന്നുള്ളൂ എന്ന് മാത്രം ഭയങ്കര മോഡേൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് അടിച്ചേച്ചാൽ മതി. അപ്പൊ അങ്ങനെ എനിക്കറിയാം, ഞാൻ ഒരു 25 മിനിറ്റും കൂടെ കൂടുതലായിട്ട് എടുത്തിരിക്കുകയാണ്. 10 മണിക്ക് നിർത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ എന്നാണ് എൻ്റെ ഓർമ്മ. 28 മിനിറ്റ് കൂടെ കൂടുതൽ എടുത്തു. അതിനെ ക്ഷമിക്കണം. പക്ഷെ എനിക്കറിയാം നമ്മൾ ഒത്തിരി ദിവസം കൂടി കാണുന്നതിൽ എത്ര ഒരു വർഷത്തിന് 2 വർഷത്തിന് മുകളിലായി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. വല്ലപ്പോഴും ഒക്കെ എന്നെ ഓർക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഞാനാണെങ്കിൽ നമ്മുടെ തൊടുപുഴയുള്ള അജിച്ചേച്ചി ആൻഡ് ടീമിനെ കഴിഞ്ഞ മാസം എനിക്ക് തൊടുപുഴയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ അജിച്ചേച്ചി വന്നില്ല, പക്ഷെ ആ ടീമിലുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു. വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ട്. ജയന്തിമാ അമ്മ വിളിക്കാറുണ്ട്. ഷീല ചേച്ചി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കല്. ഇതൊക്കെ സൗഹൃദ സന്ദർശനങ്ങളാണ് കേട്ടോ. ചിലരൊക്കെ മരുന്ന് വാങ്ങുക, ഉപദേശം, അതിനൊക്കെ വരാറുണ്ട്. അല്ലാതെ അപ്പൊ വലിയ ഒരു നന്മയുള്ള സഭയാണ് ഇത്. എപ്പോഴൊക്കെ വിളിച്ചാലും എനിക്ക് കൊതിയാണ് വരാൻ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സ്വർഗവാതിൽ കാണാനുള്ള ഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. കാരണം ഇത്രയും പേര് കേൾക്കുന്നതല്ലേ. അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സത്യത്തിൽ ഈ ചിട്ടകൾക്കൊക്കെ ഒരു ഇഗ്നീഷൻ എന്ന് പറയും, ഒരു തുടക്കം, ഒരു തീപ്പൊരി തന്നത് എൻ്റെ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് തന്നെയാണ്. അതൊന്നും ആയുർവേദത്തിന്റെ സിലബസിൽ ഇല്ല. വളരെ ശോചനീയം എന്ന് പറയട്ടെ. ഈവൻ ഭരണം മാറിയിട്ട് കൂടി ഇങ്ങനത്തെ ഭാരതീയ തത്വങ്ങളുമായിട്ടൊന്നും റിലേറ്റ് ചെയ്തിട്ടല്ല. ഇപ്പൊ ഞാൻ ആയുർവേദം പഠിപ്പിക്കുന്ന ആളല്ലേ, എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ പഠിപ്പിക്കേണ്ട രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് പോസിറ്റീവ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വൈകുന്നേരം കൂടി ശുഭോദർക്കമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താണ് ഞങ്ങൾ പിരിഞ്ഞത്. സമീപ ഭാവിയിൽ തന്നെ നല്ല പോലെ ആത്മാവോട് കൂടിയ ആയുർവേദത്തെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ അറിവ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ചെറിയ മാറ്റം കൊണ്ടെങ്കിലും ഗുണമുണ്ടാവുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം, പ്രത്യേകിച്ച് ഇതിനൊക്കെ തുടക്കം കുറിച്ച പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഈ അമ്മൂമ്മ വാസ് ഒരു ഡെവിൾ അമ്മായിയമ്മയായിരുന്നെങ്കിലും ദി മോസ്റ്റ് ലവബിൾ അമ്മൂമ്മയായിരുന്നു. എൻ്റെ റോൾ മോഡൽ അമ്മൂമ്മയാണ്. അത്രയ്ക്ക് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഴയ 7ാം ക്ലാസ്. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് സത്യത്തില് PhD കിട്ടാൻ പോവാണ്. പക്ഷെ ഒന്നും അമ്മൂമ്മയുടെ അറിവിന്റെ മുമ്പിൽ ഒരു ചുക്കുമില്ല. അത്രയ്ക്കാണ്. അപ്പൊ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഇപ്പൊ ജീവിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ കൊച്ചുമക്കളുടെ ഭാഗ്യം അതാണ്. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞും നല്ലത് പറയേണ്ടടുത്ത് നല്ലത് പറഞ്ഞും ചിട്ടകൾ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് ശീലിപ്പിച്ചും. എൻ്റെ അമ്മൂമ്മ അങ്ങനെയായിരുന്നു. മുടി കൊഴിയുമ്പോ അമ്മൂമ്മയോട് ഞാൻ കംപ്ലൈന്റ് ചെയ്ത അമ്മൂമ്മ അപ്പോഴേ പറയുന്നത്, അത് ഇപ്പോഴും ഞാൻ വൈദ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതാ, മുടിയല്ലേ കൊഴിയുന്നത്, തലയല്ലല്ലോ, നമുക്കത് വീണ്ടും വരുത്താം. സത്യമാണ് അമ്മൂമ്മ പറയുന്നത്. എത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ? 7ാം ക്ലാസ് വരെയേ ഉള്ളൂ.
ഒരു വൈദ്യവും പഠിച്ചിട്ടില്ല, അനുഭവം. കാരണം മുടി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്ഥിധാതുവിന്റെ ഉപധാതുവോ അസ്ഥിധാതുവിന്റെ മലമോ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ അത് കൊഴിഞ്ഞാലും ഒരു ചുക്കും വരാനില്ല, അത് പിന്നെയും വരും, അത് ഏത് പ്രായത്തിലും വരും, മരിച്ചാൽ കൂടി വരും. അപ്പൊ എന്തൊരാ ഈ അറിവൊന്നും ഒരിക്കലും ഒരു സിലബസിൽ നിന്ന് ഒരു പരീക്ഷ എഴുതിയിട്ടും കിട്ടുകയില്ല. അതിന് ഗ്രാൻഡ് പേരൻസ് വേണം. ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇപ്പൊ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് കൂടെയുള്ള ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബം മോർ ലക്കി എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനത്തെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഇങ്ങനത്തെ വ്രതങ്ങളുടെ ചിട്ട സഹായിക്കാറുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയ ആചാരങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ. സൂപ്പർ ക്ലാസ് ഡോക്ടർ, സൂപ്പർ ക്ലാസ്. നമസ്കാരം, ഗംഭീരം, സന്തോഷം. മാലിനി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതെ അത് രണ്ട് ക്വസ്റ്റ്യൻ ആവാം. മണി 10:30 കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ. മാറ്റാലോ അല്ലേ? എല്ലാവർക്കും പറ്റുമല്ലോ അല്ലേ? മ്യൂട്ട് മാറ്റാൻ പറ്റും. നമസ്കാര, റവ നല്ല ഫുഡാണോ? വ്രതത്തിനൊക്കെ ഉപയോഗിക്കാമോ? കേക്കാം ഡോക്ടർ, കേക്കാമോ? നമസ്കാരം ഡോക്ടർ, കേക്കാം. വ്രതം എടുക്കുന്ന സമയത്ത് റവ കഴിക്കാമോ? ഗോതമ്പ് റവയല്ല, അല്ലാതെ ഒരു റവ ഉണ്ടല്ലോ, നല്ല റവ ഫുഡാണോ? പൊതുവെ കഴിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു 50% കേരളീയർക്ക് റവ എപ്പോഴും ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കും. അപ്പോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ വ്രതം എടുക്കുന്ന ആൾക്കാരിൽപ്പെട്ടവർക്ക് റവ കൊണ്ട് ദഹനം എളുപ്പമാകുകയാണോ ട്രബിൾ ഉള്ളതാകുകയാണോ ചെയ്യുന്നതെന്ന് ഉള്ള വിലയിരുത്തലിന് ശേഷം റവ ചൂസ് ചെയ്യാം. അല്ലാതെ അതിൻ്റെ അകത്ത് ഈ തൊട്ടുകൂടായിക അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് ഒഴിവാക്കേണ്ടതാണ് അങ്ങനത്തെ പ്രശ്നമില്ല. അല്ല, ഓട്സ് പോലുള്ള പ്രശ്നമില്ലല്ലോ. അതാണ് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തന്നെ ധാന്യങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് റവ. പക്ഷെ പിന്നെ റവയുടെ പ്രശ്നം ഒരു ഉദാഹരണത്തിന് എന്റെ കാര്യം എടുക്കുക. എനിക്ക് റവ ഗ്യാസ് ഉണ്ടാക്കും. ഞാൻ പൊതുവെ കഴിക്കാറില്ല. പക്ഷെ റവ കേസരി കൊണ്ട് എനിക്ക് ഗ്യാസ് ഉണ്ടാവാറില്ല. ധാരാളം ഉണ്ടാക്കും, ധാരാളം കഴിക്കും. ഞങ്ങൾ മത്സരം വെക്കാറുണ്ട്. ഉണ്ടാക്കുമ്പോഴേ മക്കൾ ഓടി വരും, പക്ഷെ അപ്പോഴേക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത്രയ്ക്കും അത് അതിന്റെ ഫോർമുലേഷന്റെ പ്രത്യേകതയാണ്. പാലില് വേവിക്കുക, നെയ്യ് ചേർക്കുക, പഞ്ചസാര അത്രയും തന്നെ ചേർക്കുക. അപ്പോൾ അത് സത്യത്തിൽ ഹെവി ആകുകയാണ് ചെയ്യുന്നതെങ്കിലും അന്നേരം റവയുടെ ഉപദ്രവം എനിക്ക് കുറവാണ്. പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നിശ്ചയമായിട്ടും അത് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കണ്ടിരിക്കുന്നത്. അന്നേരം അത് പ്രത്യേകം ആലോചിച്ചിട്ട് ഉപദ്രവം ഇല്ല എന്ന് തോന്നിയാൽ ആ ധാന്യം ഉപയോഗിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ ഉദാഹരണത്തിന് അവല് ചിലർക്കൊക്കെ ഗ്യാസ് ഉണ്ടാകും, പക്ഷെ ചിലർക്ക് അത് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് മലര്. ആ മലര് വളരെ ന്യൂട്രീഷൻ റിച്ച് ആണ്. ഒരു പോയിന്റ് പെട്ടെന്ന് ദഹിക്കും. 1/2 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ അകത്തെ ന്യൂട്രീഷൻ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. 2ാമത്തെ പോയിന്റ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറുതെ വാരി കഴിക്കാനാണെ പോലും നമുക്ക് ഇഷ്ടമാണല്ലോ മലര്. മലർ കഞ്ഞി ഉണ്ടാക്കാം, മലർ പൊടിയാക്കാം. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പണ്ട് കഥയില്ലേ, മലർ പൊടിയാക്കാം. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്ത് സ്റ്റേപ്പിൾ ഡയറ്റ് ആയിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അത് വിൽക്കാൻ ഒരാള് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ, ഇങ്ങനെ പല കാര്യം ഒരു കഥയെന്ന് മനസ്സിലാക്കാനുണ്ട്. മലർപ്പൊടിക്കാരൻ സ്വപ്നം കാണാൻ കാര്യം മലർപ്പൊടിക്ക് അന്ന് അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇൻഡിക്കേറ്റ്സ് മലർപ്പൊടി കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. ഇൻഡിക്കേറ്റ്സ് ലഘുവായിട്ടുള്ള ആഹാരം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ മലർപ്പൊടി വളരെ നല്ലൊരു ആഹാരമാണ്. ആർക്കെങ്കിലും ഗർഭിണിയായിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, അവർക്ക് ഛർദി ആണെങ്കിൽ കുറച്ച് മലര് ചൂടാക്കി അതിൻ്റെ നെല്ലൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ച് പൊടിച്ചു വെക്കുക. കട്ടിലിന്റെ സൈഡിൽ ഒരു ഡബ്ബയ്ക്കകത്താക്കി വെക്കണം.
രാവിലെ എണീക്കുമ്പോഴേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന ഗർഭിണികളുണ്ട്. അന്നേരം കട്ടിലേന്ന് എണീക്കുകയും ഇത് വാരി ഒരു വായിലിടാൻ പറയണം. അപ്പം ഈ എക്സസ് സലൈവേഷൻ തന്നെത്താൻ ഇല്ലാണ്ടാവും. എന്ന് മാത്രമല്ല, ഫോളിക് ആസിഡ്, അയണ്, വിറ്റാമിൻ എ, ഡി, ബി, സി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ സപ്ലിമെന്റ് തരുമല്ലോ ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ. ഇതെല്ലാം ഈ മലരിലുണ്ട്. പൊട്ടാഷ്യം, മഗ്നീഷ്യം, എല്ലാ സൂത്രവും ഉണ്ട്, വേണ്ടതെല്ലാം ഉണ്ട്. അപ്പം ഒരു പിടി മലര് വാരി വായിലിട്ടാൽ അത് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഇറങ്ങി, ഒരു കുഴപ്പമില്ല. ഛർദിക്കുള്ള ഔഷധവുമാണ്, സൂത്രവുമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലൊരു ധാന്യമോ ധാന്യത്തിന്റെ ഉൽപ്പന്നമോ, മലരെന്ന് പറഞ്ഞാൽ അരി എന്നുള്ള ധാന്യത്തിന്റെ ഒരു ഉൽപ്പന്നമാണല്ലോ. അപ്പൊ റവ എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ ഉൽപ്പന്നമാണ്, ഗോതമ്പിൻ്റെതാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ധാന്യത്തിൽ നിന്ന് റവ എടുക്കാൻ പറ്റുമോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം റവയാകുമ്പോഴേക്കും, മൈദ ആകുമ്പോഴേക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ അത് വേണ്ട. ഈസി ആയിട്ട് നമുക്ക് ദഹിക്കുമെങ്കിൽ അതാവാം. പിന്നെ ഈ റവയുടെ തരിക്കഞ്ഞി എന്നൊരു സൂത്രമുണ്ട്, അത് എനിക്ക് നന്നായി ദഹിക്കാറുണ്ട്. അത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതപ്പൊ അറിഞ്ഞിരിക്കണം ഏത് രീതിയിൽ. ആയുർവേദത്തിൽ ഇതിനെ സംസ്കാരം എന്ന് പറയും. ഒരു റോ മെറ്റീരിയലിനെ, ഒരു വസ്തുവിനെ എടുത്തിട്ട് അതിനെ പാകം ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനെ സംസ്കരിച്ചെടുക്കുക എന്നാ പറയും. അപ്പം റവയെ ഏത് രീതിയിൽ സംസ്കരിക്കുന്നു, ഉപ്പുമാവായിട്ടാണോ സംസ്കരിക്കുന്നത്, കേസരി ആയിട്ടാണോ, റവ തരിക്കഞ്ഞി ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് എനിക്ക് ദഹനത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നിങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് ദഹിക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം, തിരക്കേടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു അല്ലേ മാഡം? ജയന്തി മാഡം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിക്കാം. വൈറ്റമിൻ ഡിയുടെ കുറവിന് ആയുർവേദത്തിൽ മരുന്ന് കേട്ടില്ല. വിറ്റമിൻ ഡിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ടോ? കുറവ് അത് കഴിഞ്ഞിട്ട് എന്തോ ഒന്ന് ചോദിച്ചു, അത് കേട്ടില്ല. വൈറ്റമിൻ ഡിയുടെ പ്രശ്നമേ, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാണെന്നാ. പക്ഷെ സത്യത്തിൽ ഭാരതീയർക്ക് വൈറ്റമിൻ ഡി മൊത്തത്തിൽ എല്ലാവർക്കും കുറവാണ്, അപൂർവമായിട്ട്. വൈറ്റമിൻ ഡിയുടെ കുറവിന് ആയുർവേദത്തിൽ മെഡിസിൻ ഉണ്ടോ? കേട്ടു. അപ്പൊ 100 പേരിൽ 2 പേർക്കൊക്കെയാണ് ഇത് സഫീഷ്യന്റ് ആയിട്ട് കാണുന്നുള്ളൂ, ആവശ്യത്തിന് കാണുന്നുള്ളൂ. അതിന് സത്യത്തില് വെയില് കൊണ്ടാല് വൈറ്റമിൻ ഡി ഉണ്ടാകും നമ്മൾ പറയുമല്ലോ. അതിന് വേണ്ടിയിട്ട് വെയില് കൊള്ളുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലാണ്. ഒരു ദ്രവ്യം, ഒരു രാസവസ്തു. ആ രാസവസ്തു ആയിട്ട് പരിണമിക്കാൻ വേണ്ട ഒരു റോ മെറ്റീരിയൽ ഉണ്ട്, അതിന് തൊട്ടു മുമ്പുള്ള ഒരു കെമിക്കൽ. ആ കെമിക്കൽ വരെ നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. വെയിൽ കൊള്ളുമ്പം ഈ റോ മെറ്റീരിയൽ വിറ്റാമിൻ ഡി ആയി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? വൈറ്റമിൻ ഡി ഉണ്ടാകുന്ന വെയിൽ കൊള്ളുമ്പോഴല്ല, വൈറ്റമിൻ ഡി ഉണ്ടാകുന്ന വെയിൽ കൊള്ളുമ്പോഴാണ്. ഈ 2 ഡയലോഗും ശരിയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കുറെ സാധനങ്ങളെല്ലാം ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഒരു കെമിക്കൽ ഉണ്ടാകും. അത് വെയിൽ കൊള്ളുമ്പം വിറ്റാമിൻ ഡി എന്നുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആകും. അപ്പൊ വെയിൽ കൊള്ളൽ മാത്രം കൊണ്ട് വിറ്റാമിൻ ഡി ഉണ്ടാകുമായിരുന്നു എങ്കിൽ നമുക്കൊക്കെ ഇപ്പൊ ആവശ്യത്തിന് വെയിൽ കിട്ടുന്നുണ്ട്. വെയിൽ കൊള്ളാൻ വേണ്ടി വെയിലത്ത് ഇറങ്ങി നിൽക്കണ്ട. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ, ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല്. പണ്ടൊക്കെ എല്ലാവരും പാടത്ത് പണിയുമായിരുന്നു, പണ്ടൊക്കെ എല്ലാവരും പുറത്തിറങ്ങി നടക്കുമായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും അല്ല. വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിക്കുമ്പം ജനലിക്കൂടെ അതിന്റെ പ്രകാശം അകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് മതി. വൈറ്റമിൻ ഡി ഉണ്ടാകാനുള്ള സൺലൈറ്റ് അത്രയും മതി. അല്ല നമ്മൾ പൊരിവെയിലത്ത് ഇറങ്ങി 1 മണിക്കൂർ മുതുക് തുറന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുമൊന്നും വേണ്ട. അങ്ങനെയല്ല. എന്നിട്ടും ഇപ്പോഴും നമുക്ക് വൈറ്റമിൻ ഡി കുറയുന്നത് ആഹാരത്തിൽ നിന്നുള്ള ഈ റോ മെറ്റീരിയൽ ഉണ്ടല്ലോ, വൈറ്റമിൻ ഡി ആകാൻ വേണ്ടിയിട്ടുള്ള ആ കെമിക്കല്, അത് പ്രോസസ് ചെയ്യാൻ നമ്മുടെ ഗട്ടിന് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട്. പ്രശ്നം നമ്മുടെ ശരീരത്തിന്റെ അകത്താണ്, വെയിലിലല്ല, വെയിൽ കൊള്ളുന്ന രീതിയിലല്ല.
ഈ പ്രശ്നത്തിന് ഇന്ത്യ ഒട്ടുക്ക് ഈ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ഒരു കോമൺ റീസൺ കാണുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാവുമ്പോൾ ഇന്ത്യ ഒട്ടുക്ക് എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. ഉപ്പ്, വെള്ളം, പഞ്ചസാര മുതലായിട്ട് 2-3 സാധനങ്ങളേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും വിഷമുള്ളത് പഞ്ചസാരയിലും ഏറ്റവും അപകടം പിടിച്ച പ്രോസസ്സിങ് നടക്കുന്നത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഉപ്പുമാണ്. നമ്മൾ ഗാന്ധിജി ഉപ്പുണ്ടാക്കിയതുപോലെ അല്ല നമ്മുടെ ഉപ്പ് കിട്ടുന്നത്. നമ്മുടെ ഉപ്പ് കിട്ടുന്നത് ഡിറ്റർജന്റ് ഫാക്ടറിയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, ഈ ഓട്സിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഡിറ്റർജന്റ് ഫാക്ടറിക്ക് അവരുടെ ഫാക്ടറി വേസ്റ്റ് ആണ് NaCl അഥവാ സോഡിയം ക്ലോറൈഡ്. അപ്പം ഫാക്ടറിയുടെ പോളിസി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ആൻഡ് വാട്ട് ഈസ് ദി വേസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ സോപ്പ് ഈസ് ദി പ്രൊഡക്റ്റ് ആൻഡ് ഉപ്പ് ഈസ് ദി വേസ്റ്റ്. അപ്പൊ ഉപ്പ് വി ഹാവ് ടു ഡിസ്പോസ്. അതിന് ഫാക്ടറിക്ക് ലൈസൻസ് കിട്ടണേ അവർക്കൊരു പ്ലാൻ വേണം. അപ്പൊ ഉപ്പ് ഡിസ്പോസ് ചെയ്യാൻ നിസ്സാര കളിയല്ല. അപ്പൊ അവരെന്നാ ചെയ്തു, ഇത് മനുഷ്യർ തിന്നുന്ന സാധനമല്ലേ, പാക്ക് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, എല്ലാ ഡിറ്റർജന്റ് കമ്പനിക്കും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉപ്പ് അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഇഷ്ടം പോലെ കമ്പനികളുണ്ട്, ഇഷ്ടം പോലെ കമ്പനികൾ. നമ്മൾ ഉപ്പിന്റെ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേരൊക്കെ വായിച്ചാൽ അറിയാം. ഉദാഹരണത്തിന് ടാറ്റയ്ക്ക് ഡിറ്റർജന്റ് കമ്പനിയുണ്ട്, ടാറ്റയ്ക്ക് ഉപ്പുമുണ്ട്. അപ്പൊ അങ്ങനെ 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 അല്ലാതെ കടലിലെ വെള്ളം വറ്റിച്ചല്ല നമുക്ക് ഉപ്പ് കിട്ടുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു കണക്കുകൂട്ടലാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്രൂവ്ഡ് തിയറി ഒന്നുമില്ല. ഇങ്ങനെ എന്തോ ഒരു കോമൺ സാധനം നമുക്ക് ഈ വിറ്റാമിൻ ഡിയുടെ റോ മെറ്റീരിയലിനെ ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തെ പിന്നോട്ട് പിടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് അഥവാ ഉപ്പാണെങ്കിൽ നിങ്ങളോട് എല്ലാവരും കടലിലെ വെള്ളം വറ്റിച്ച് ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ തരികയില്ല. പിന്നെ എവിടുന്ന് നല്ല ഉപ്പ് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഉള്ളത് തന്നെ തുടരാനേ വഴിയുള്ളൂ. പക്ഷെ സംതിങ് ഈസ് ദെയർ. എന്തോ ഒരു ഹിഡൻ വാർ, ഒരു അദൃശ്യമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട് നമ്മുടെ ബയോകെമിസ്ട്രിയിൽ. ആ യുദ്ധം പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഏതോ ഒരു ആഹാരം ശരിയാകാഞ്ഞിട്ടാ. ആ ആഹാരം മൊത്തത്തിൽ ഒരു പോപ്പുലേഷന്റെ ഡെഫിഷ്യൻസി ആയത് കാരണം ഉപ്പ് പോലെയുള്ള എന്തോ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആകാനേ വഴിയുള്ളൂ. ഇതൊന്നും പുസ്തകത്തിലുള്ളതല്ല, ഇതൊക്കെ എന്റെ തലയ്ക്കകത്തുള്ളതാ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എന്നോട് ആരും ഒന്നും പറയരുത്, എന്റെ ഊഹങ്ങളാണ്. അതുകൊണ്ട് വിറ്റാമിൻ ഡിക്ക് കുറവുള്ളവർക്ക് ഇന്നത്തെ നിലയിൽ സപ്ലിമെന്റ് കഴിക്കുക അല്ലാതെ സൂത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. പിന്നെ സൂത്രം ഞാൻ പറഞ്ഞുതരാം. ചേനയുടെ കിഴങ്ങ്, തണ്ട് രണ്ടും നല്ലതാണ്. താളുംതണ്ട് എന്ന് പറഞ്ഞാല് ചേമ്പിന്റെ തണ്ട്. ഇത് രണ്ടും കാൽസ്യത്തിനാലും വിറ്റാമിൻ ഡി പ്രിക്കർസർ ഉണ്ടാക്കേണ്ട സൂത്രങ്ങളാലും റിച്ചാണ്. അപ്പം ഇത് തോരനായിട്ടും കറിയായിട്ടും ഒക്കെ ആവർത്തിച്ച് ഉപയോഗിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ വിറ്റാമിൻ ഡി പ്രിക്കർസർ ഉണ്ടായി വരേണ്ടതാ. ഉണ്ടായി വരുന്നില്ല, പക്ഷെ സൂത്രങ്ങൾ ഇതാണ്. പിന്നെ എന്തോ സൂത്രം കൂടെ ഉണ്ടായിരുന്നു വിറ്റാമിൻ ഡി ഉണ്ടാക്കാൻ, ഇപ്പൊ പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ എന്തായാലും പിന്നെ വേറൊരു കാര്യം, വിറ്റാമിൻ സിക്കും ഈ സിട്രസ് ഫ്രൂട്ട് ഉണ്ടല്ലോ, നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, ഇത് മൂന്നും പീരിയോഡിക്കൽ ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഓറഞ്ച് പണ്ടൊക്കെ ഓറഞ്ചിന് ഒരു കാലം ഉണ്ടായിരുന്നു, മാങ്ങയ്ക്ക് ഒരു കാലം ഉണ്ട്. ഇപ്പൊ 365 ദിവസം ഓറഞ്ചാ. അത് ആ പാലക്കാരൻ ദുഷ്ടനായി. ഇതിന് കാരണം ഞാൻ എപ്പോഴും പറയും, അയാള് 365 ചക്ക ഓർമ്മയില്ലേ? ചക്ക 365. അയ്യോ, ഇങ്ങനെയല്ല. സീസണൽ ഫ്രൂട്ട്സ് ഷുഡ് ബി അവൈലബിൾ ഓൺലി ഇൻ ദാറ്റ് നാച്ചുറൽ സീസൺ. അല്ലെങ്കിൽ നമുക്ക് അസുഖം വരും. ഇപ്പൊ എല്ലാ മാസവും, വർഷത്തിൽ എല്ലാ മാസവും മാമ്പഴം കിട്ടും, എല്ലാ മാസവും ചക്ക കിട്ടും, എല്ലാ മാസവും ഓറഞ്ച് കിട്ടും. ന്യായമല്ല. അതുകൊണ്ട് അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയല്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ സപ്ലിമെന്റ് കഴിക്കേണ്ടി വരുന്നുണ്ട്. ധാരാളം എൻ്റെ പേഷ്യൻസും സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. പിന്നെ പീരിയോഡിക് ആയിട്ട് വയറിളക്കുകയും ആവശ്യത്തിന് നാച്ചുറൽ റോ ഇൻഗ്രീഡിയൻസ്, മുരിങ്ങയില, ചീരയില, ചേന, ചേമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാരാളം ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമ്മൾ ഈ എബോവ് മിനിമം ലെവൽ ആയതിനു ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാതെ കുറഞ്ഞു പോയ ഒരാളെ ഇങ്ങനെ നമ്മുടെ ആഹാരത്തിൽ മാത്രം ശ്രദ്ധിച്ച് മോളിൽ കൊണ്ടുവരാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതാണ് വിറ്റാമിൻ ഡിയെ കുറിച്ച് പറയാൻ. നമസ്തേ മാഡം. അപ്പം വൈൻഡപ്പ് ചെയ്യാം. അതെ ഷുവറായിട്ട്.
താങ്ക്സ് ശിവായ ഡോക്ടർ. ഓം അമൃതേശ്വരി നമഃ. Yes, yes. Okay. മാലിനി വിളിച്ചു. ഓം അമൃതേശ്വരി നമഃ. ഉപവാസവും ആരോഗ്യം എന്ന ഈ സെഷന്റെ പരിപാടിയോട് അവസാനിക്കുകയാണ്. ജയന്തി മാഡത്തിനെ ക്ഷണിക്കുന്നു. നമ്മുടെ മാതൃസംസ്കൃതി ജില്ലാ കോർഡിനേറ്റർ ജയന്തി ഗണപതി മാഡത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു മാലിനി. ഓം അമൃതേശ്വരി നമഃ. നമ ശിവായ. മാതൃസംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാമിജി ഏകാദശി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോ ഇത്ര ഇമ്പാക്ട് പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാല് സ്വാമിജിയോടാണ് ആദ്യം നന്ദി പറയണം. കാരണം സ്വാമിജി പെട്ടെന്നാണ് പറഞ്ഞത് ഏകാദശി എന്താണ് എന്ന് എല്ലാ അമ്മമാരിലും ഒരു ചിന്ത കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇന്ന് ഡോക്ടർ സംസാരിച്ചപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. ഡോക്ടർ മിനി ഒരു വേറൊരു വശം സംസാരിച്ചു. അപ്പൊ അതിൻ്റെ വേറൊരു വശമായിട്ട് ഡോക്ടർ ജയലക്ഷ്മി നമ്മളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. എന്തായാലും ഒരു സങ്കടമുണ്ട്, ട്രിവാൻഡ്രം വരെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. നേരിട്ട് കാണാമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ. അതിൽ ചെറിയൊരു പരിഭവം ഉണ്ട്. എന്നാലും നമ്മൾക്ക് ഈ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ അമ്മമാര് ഇത്രയും പേര് ഏകദേശം 10-60 അമ്മമാര് ഇപ്പോഴും 10:45 നിന്ന് ഡോക്ടറിന്റെ വിലപ്പെട്ട വാക്കുകൾ കേട്ടു. അത് എന്തായാലും ഇത്രയും 10-60 കുടുംബങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് അടുത്ത തലമുറയ്ക്ക് ഒരു തീർച്ചയായിട്ടും പകർന്നു കൊടുക്കും. പിന്നെ ഇത് പരിപാടി അവതരിപ്പിച്ച ലളിതാജിക്ക് താങ്ക്സ്. പിന്നെ ഇതിന്റെ ഏറ്റവും കംപ്ലീറ്റ് ഇതുണ്ടാക്കി തന്നത് നമ്മുടെ അഭിലാഷാണ്. അഭിലാഷാണെങ്കിൽ 100 തിരക്ക് പിടിച്ച് നിൽക്കുന്ന ആളാണ്. എന്നാൽ പോലും എല്ലാ അമ്മമാരെയും സഹായിക്കുന്ന പുത്രനാണ് അഭിലാഷ്. അങ്ങനെ അഭിലാഷിനും താങ്ക് യു. പിന്നെ അവതരിപ്പിച്ച മാലിനിക്ക് താങ്ക് യു. പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും നമ്മളെ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നമുക്ക് അറിയാവുന്ന കിട്ടിയ വിവരങ്ങളെല്ലാം പറയാം, നെയ്ബേഴ്സിനോട് പറയാം, മാതൃസംസ്കൃതി ചർച്ച ചെയ്യാം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉള്ള ജീവിതമാണല്ലോ ഏറ്റവും ആവശ്യം. ആ ഒരു ആരോഗ്യ ജീവിതം നമ്മൾ അമ്മ പറഞ്ഞ പോലെ ഒരു എന്താണ് ചന്ദനത്തിരി ഫാക്ടറിയിൽ കൂടെ ഇറങ്ങി വരുന്ന ആൾക്ക് ചന്ദനത്തിരി മണക്കുന്ന പോലെ നമ്മുടെ ഓരോരുത്തർക്കും ആ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമഃശിവായ. ഓം അമൃതേശ്വരി നമഃ. ഓം അമൃതേശ്വരി നമഃ. ശാന്തി മന്ത്രത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ അഭിലാഷ് ജി, ഞാൻ ഇടയ്ക്ക് പലതവണ ആലോചിച്ചു അദ്ദേഹത്തോട് ഒരു നന്ദി വാക്ക് പറയാം. കാരണം കുറെ കാലം കൂടിയിട്ടല്ലേ കാണുന്നത്. എനിക്കറിയാം പണ്ടൊരു ജൂലിയസ് ഉണ്ടായിരുന്നു. ജൂലിയസ് ഏലിയാസ് അല്ല, ജൂലിയസ്. എല്ലാം ഒന്ന് തന്നെ. എന്റെ അമ്മൂമ്മ പറയും എല്ലാം നാരായണനാണെന്ന്. അപ്പൊ ജൂലിയസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അഭിലാഷ് അന്നേ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. കുറെ കാലം കൂടി. എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളെയൊക്കെ കാണുമ്പോഴേ. പിന്നെ ഞാൻ ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് എന്റെ സെഷൻ 2:30 കഴിഞ്ഞതാ. പക്ഷെ ഞാൻ 9 മണിക്ക് വീട്ടിലെത്തുകയില്ല. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ക്ലാസ് എടുക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. ആ വണ്ടിയിലുള്ളവർ മുഴുവൻ ഒന്നുകിൽ നന്നാവും, ഇല്ലെങ്കിൽ എന്നെ തല്ലി. ഈ 2 പരാക്രമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നും കൂടി. സത്യത്തില് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് എല്ലാവരും തിരിച്ചു പോയി. പക്ഷെ ഞാൻ വാക്ക് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്നത്. ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ പ്രത്യേകം വേറെ വരും. അതിന് സർക്കാരിന്റെ ചെലവിൽ വരണ്ടല്ലോ, വേറെ വരാം. തീർച്ചയായിട്ടും മാഡം. നമുക്കൊരു ഒരു എന്താണ് ഒരു ഫിസിക്കൽ പ്രോഗ്രാം നമുക്ക് നടത്താം. അപ്പോ അത്ര ആത്മബന്ധം ഉണ്ടല്ലോ ഇപ്പൊ. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. അതുപോലെ മിനി ഡോക്ടറോട് ഞാൻ കഴിഞ്ഞ തവണത്തെ സെഷൻ കേട്ടു. അതുകൊണ്ട് അതൊന്നും പറയാതെ പറയാനാണ് ശ്രദ്ധിച്ചത്. ഒരിക്കൽ കേട്ടത് വീണ്ടും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതെ അതെ, ഡെഫിനറ്റ് ആയിട്ട് വേറെ ആസ്പെക്ട് ആണ്. താങ്ക് യു. അതെ, ശാന്തി. ഓം असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्यो मा अमृतं गमय. ओम शांति शांति शांति.
ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശരി, ഓം അപ്പൊ വീണ്ടും അമൃതേശ്വരി അമൃതേശ്വരി നമഃ. നമഃ ശിവായ. ഓക്കെ, ശിവായ. എല്ലാവർക്കും നിശ്ചയ ശിവായ. തീർച്ചയായും. നിശ്ചയ ഓം നമഃ ശിവായ. നിശ്ചയ ശിവായ. ശിവായ. ആയ. ശിവായ.